സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും സ്പോട്ട് ലൈവ് ആരംഭിക്കുകയാണ്. കേരളം ഏറെ ചർച്ച ചെയ്യുകയാണ് ഒരു മോട്ടിവേഷൻ സ്പീക്കറുടെ അറസ്റ്റ്, ഒരു പോക്സോ കേസിൽപ്പെട്ടുള്ള അറസ്റ്റ്, അതിൻ്റെ ഗുരുതര വശങ്ങൾ, ഒപ്പം അതിൻ്റെ നിയമ നടപടികൾ ചർച്ച ചെയ്യുകയാണ്. ഇതിനിടയിലാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇത് പുറത്തു വരുന്നത്. ഫിലിപ്പ് മമ്പാടിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. പോലീസ് ID കാർഡ് കാണിച്ചാണ് ഫിലിപ്പ് മമ്പാട് ഹോട്ടലിൽ റൂം എടുത്തത് എന്നതാണ് ലഭ്യമാവുന്ന വിശദാംശങ്ങൾ. അതിജീവിതയുടെ വീട്ടിൽ പോയി ഫിലിപ്പ് ഒത്തുതീർപ്പിന് ശ്രമിച്ചിരുന്നുവെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് എന്നതാണ് സാഹചര്യം. അതായത് സംസ്ഥാനത്ത് ഒരു മോട്ടിവേഷൻ സ്പീക്കർ ഒരു കുട്ടിയെ, പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിയെ പീഡിപ്പിച്ച നിർണായകമായ വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തു വരുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ഈ റിമാൻഡ് റിപ്പോർട്ടിൽ അതിലും ഗുരുതരമായ ചില വശങ്ങൾ കൂടി ഉൾപ്പെടുന്നു എന്നതാണ് സാഹചര്യം. CV അനുമോദ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനുമോദ്, റിമാൻഡ് റിപ്പോർട്ടിൻ്റെ ഗുരുതരമായ വിഷയം നിലവിൽ പോലീസിൽ നിന്നും VRS എടുത്ത ഫിലിപ്പ് മമ്പാട് പോലീസിൻ്റെ ID കാർഡ് ദുരുപയോഗം ചെയ്തു എന്നതാണ്. അങ്ങനെയെങ്കിൽ ഇതെങ്ങനെ സാധ്യമായി എന്ന ഗുരുതരമായ വിഷയങ്ങളിലേക്കൂടി അന്വേഷണം പോകേണ്ടി വരും. ഒപ്പം ഈ റിമാൻഡ് റിപ്പോർട്ടിലുള്ള മറ്റ് കണ്ടെത്തലുകൾ, പോലീസിൻ്റെ വിലയിരുത്തലുകൾ അതെങ്ങനെയാണ്? സജിത്ത്, ഫിലിപ്പ് മമ്പാടിന്റെ റിമാൻഡ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സജി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുട്ടിയുമായിട്ട് ഇദ്ദേഹം മുറിയെടുത്തത് പോലീസിന്റെ ID കാർഡ് ഉപയോഗിച്ചാണ് എന്നുള്ളതാണ്. അതായത് VRS എടുത്ത് സർവീസിൽ നിന്ന് പുറത്തുപോയ ഉദ്യോഗസ്ഥനായിരുന്ന ഫിലിപ്പ് മമ്പാട് താൻ ഇപ്പോഴും പോലീസിലുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് മുറിയെടുത്തത് എന്ന് വേണം കരുതുവാൻ. അങ്ങനെയാണെങ്കിൽ ഒരു വ്യാജ ID കാർഡ് അദ്ദേഹം ഇതിനോട് ഉപയോഗിച്ചു എന്ന ചോദ്യമാണ് ഉയരുന്നത്. സാധാരണ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുമ്പോൾ പിരിഞ്ഞു പോരുമ്പോൾ ID കാർഡ് തിരിച്ചു കൊടുക്കേണ്ടതാണ്. എന്നാൽ അത്തരത്തിൽ അദ്ദേഹം കൊടുത്തോ ഇല്ലയോ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. അതല്ലെങ്കിൽ കൊടുത്തെങ്കിൽ ഒരു വ്യാജ ID കാർഡ് അദ്ദേഹം ഉണ്ടാക്കി അത് ഈ ഒരു മുറിയെടുക്കാനുള്ള ആവശ്യത്തിനായി ഉപയോഗിച്ചു എന്ന് വേണം കരുതുവാൻ. എന്താണെങ്കിലും ഇത് റിമാൻഡ് റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ ഒരു പരാമർശമുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനമായി മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് മനഃപൂർവ്വം ഈ ഒരു ലൈംഗിക ഉദ്ദേശത്തോടെ ഈ കുട്ടിയെ കൊണ്ടുപോയി രക്ഷിതാക്കളുടെ സമ്മതമില്ലാതെ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളതാണ്. ഈ കുട്ടിയുടെ സംരക്ഷണ ചുമതല രക്ഷിതാക്കൾ താൽക്കാലികമായി ഫിലിപ്പ് മമ്പാടിനെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത് കൗൺസിലിങ്ങിന്റെ ഭാഗമായിട്ട്. അത്തരത്തിൽ ഉത്തരവാദിത്വമുള്ള ഈ കുട്ടിയുടെ സംരക്ഷണ ചുമതലയിലുള്ള ഇരിക്കെയാണ് ഫിലിപ്പ് മമ്പാട് ഈ കുട്ടിയെ ഇത്തരത്തിൽ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നത് എന്നതാണ് ഈ ഒരു റിമാൻഡ് റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ലൈംഗികമായി ഉപയോഗിക്കണമെന്ന ഉദ്ദേശത്തോടെ കരുതിക്കൂട്ടി പെൺകുട്ടിയെ കൊണ്ടുപോയതാണ് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നത്. ഇത് ഈ ഒരു സംരക്ഷണ ചുമതലയിലേക്ക് ഇത്തരത്തിലൊരു കൃത്യം ചെയ്തത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു നടപടിയായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇദ്ദേഹത്തിന് ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടിയുള്ള ജാമ്യത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ജാമ്യം അനുവദിക്കരുതെന്നാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ് ഫിലിപ്പ് മമ്പാട്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ ഒട്ടേറെ ആരാധകരെയും അണികളെയൊക്കെ സൃഷ്ടിച്ച ഒരാൾ. അപ്പോൾ അത്തരത്തിലൊരാൾക്ക് ജാമ്യം നൽകിയാൽ അത് ഈ കേസിനെ ബാധിക്കും. അത് ഈ പരാതിക്കാരിയും സാക്ഷികളെയും സ്വാധീനിക്കാനിടയുണ്ട്. ഇദ്ദേഹം വിദേശത്തേക്ക് കടന്നു പോകാൻ സാധ്യതയുണ്ട്. എന്നീ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ജാമ്യം നൽകരുത് എന്ന ഒരു കാര്യമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നത്. എന്നാണെങ്കിലും അതും ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു പരാതി വന്നതിന് ശേഷമാണെന്ന് കരുതണം ഈ കുട്ടിയുടെ അതിജീവിതരെ വീട്ടിൽ പോയി ഫിലിപ്പ് മമ്പാട് ഒത്തുതീർപ്പിന് ശ്രമിച്ചിരുന്നു എന്നൊരു ഗുരുതരമായ വിവരം കൂടി പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. അതായത് റിമാൻഡ് റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എടുത്തു പറയാവുന്നത് ഒന്ന്, ആ ഫിലിപ്പ് മമ്പാട് വ്യാജ ID കാർഡ്, അതായത് പോലീസിലാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പോലീസിൻ്റെ റിട്ടയർ ചെയ്ത ഫിലിപ്പ് മമ്പാട് പോലീസ് ID കാർഡ് ഉപയോഗിച്ച് റൂം എടുത്തു എന്നുള്ളതാണ്. ഒന്നുകിൽ അദ്ദേഹം വ്യാജമായിട്ട് പോലീസിൻ്റെ ID കാർഡ് നിർമ്മിച്ചതാകണം. അത് അന്വേഷണത്തിന് വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് ഈ കേസ് ഒത്തുതീർപ്പിനായിട്ട് ഫിലിപ്പ് മമ്പാട് അതിജീവിതരുടെ വീട്ടിൽ പോയി എന്നുള്ള ഒരു പരാമർശം റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. മൂന്നാമതായിട്ട് സംരക്ഷണ ചുമതലയിലിരിക്കെ കുട്ടിയെ ലൈംഗികമായി ഉപയോഗിക്കണമെന്ന ഉദ്ദേശത്തോടെ കരുതിക്കൂട്ടി രക്ഷിതാക്കളുടെ സമ്മതമില്ലാതെ കൊണ്ടുപോയി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ഇത്രയും ഹീനമായ കൃത്യങ്ങൾ ചെയ്ത ഈ വ്യക്തി സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ള ആളാണെന്നിരിക്കെ ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ അത് കേസിനെ ബാധിക്കുമെന്നും പ്രതി അതിജീവിതയും സാക്ഷികളെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും വിദേശത്തേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നും കാണിച്ച് ജാമ്യം അനുവദിക്കരുത് എന്നാണ് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരുന്നത്. അനുമോദ്, ഇതിൽ പ്രധാനമായ കാര്യം ഇതുവരെ ഈ പോക്സോ വകുപ്പ്, അതായത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ കൊണ്ടുപോയി പീഡിപ്പിച്ചു, അതായത് സംരക്ഷണ ചുമതല ഏറ്റിരുന്ന വ്യക്തിക്ക് തന്നെ പീഡിപ്പിച്ചു എന്ന ഒരു വലിയ ഗുരുതരമായ ആക്ഷേപമാണ്. അതിനുമപ്പുറം ഇപ്പോൾ പോലീസിൽ നിന്നും VRS എടുത്ത വ്യക്തി പോലീസിൻ്റെ ID കാർഡ് ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ
ID കാർഡ് പോലീസിലേക്ക് തിരികെ കൊടുക്കാത്തതാണോ, അതല്ലെങ്കിൽ പുതിയ വ്യാജമായ ID കാർഡ് പുതിയതായി ഉണ്ടാക്കിയതാണോ? രണ്ട് വിഷയങ്ങൾ വരുന്നുണ്ട്. എന്താണ് ഈ VRS എടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് മേലുള്ള ചട്ടം? എങ്ങനെയാണ് ID കാർഡ് തിരികെ കൊടുക്കണമെന്നതല്ലേ? അപ്പോൾ ഈ ഫിലിപ്പ് മമ്പാടിന് മുന്നിൽ ഈ കുറ്റം തെളിയിക്കപ്പെടുകയാണെങ്കിൽ അതീവ ഗുരുതരമായ മറ്റൊരു സാഹചര്യം കൂടി ഉണ്ടാവുകയല്ലേ ചെയ്യുന്നു? തീർച്ചയായും VRS എടുത്ത്, അതായത് സർവീസിൽ നിന്നും തിരിച്ചു പോരുമ്പോൾ ID കാർഡും മറ്റ് ഔദ്യോഗികമായിട്ടുള്ള എല്ലാം തിരിച്ചു നൽകണമെന്നുള്ളതാണ് ചട്ടം. അങ്ങനെ ഒരു ചട്ടം ഇരിക്കെയാണ് താൻ പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ തൻ്റെ പഴയ ID കാർഡ് ഉപയോഗിച്ച് ഇദ്ദേഹം റൂം എടുത്തിട്ടുള്ളത്. ഒന്നുകിൽ അദ്ദേഹം സർവീസിലുള്ള സമയത്ത് തന്നെ ഈ ID കാർഡിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് നിർമ്മിച്ചിരിക്കും. അപ്പോൾ ഒറിജിനൽ കൈമാറിയിട്ട് തിരിച്ച് സർവീസിൽ നിന്ന് പോരുമ്പോൾ തിരിച്ച് കൈമാറിയിട്ടുണ്ടാകാം, ഡ്യൂപ്ലിക്കേറ്റ് കൈവശം വെച്ചിരിക്കാം. ആ ഡ്യൂപ്ലിക്കേറ്റ് കാർഡാകാം അദ്ദേഹം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പലയിടങ്ങളിലും പോലീസിൻ്റെ ID കാർഡ് എന്ന തരത്തിൽ കാണിക്കുകയും അതുവഴി ദുരുപയോഗം ചെയ്യുകയും ചെയ്തിട്ടുണ്ടാകുക. എന്നാൽ ഇത് സംബന്ധിച്ച് പോലീസിൻ്റെ അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പോലീസിനെ കൂടി ഇത് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊരു പക്ഷേ പോലീസ് ഇത്തരത്തിൽ മറ്റെവിടെയെങ്കിലും ഇയാൾ ഈ കാർഡ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യവും പോലീസിന്റെ ഭാഗത്ത് അന്വേഷണത്തിൽ വരാൻ സാധ്യതയുണ്ട്. എന്തു തന്നെയാണെങ്കിലും പോലീസിൽ ഇല്ലാത്ത ഒരാൾ പോലീസിന്റെ ID കാർഡ് ഉപയോഗിച്ച് റൂം എടുത്തു എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കറിയാം, സാധാരണഗതിയിൽ ഒരു വ്യക്തി റൂം എടുക്കുകയാണെങ്കിൽ ഒപ്പം എത്ര പേരുണ്ടെങ്കിൽ അവരുടെ എല്ലാം ID കാർഡോ അല്ലെങ്കിൽ ആധാർ കാർഡോ വിശദാംശങ്ങളോ ഒക്കെ താമസിക്കുന്നിടത്ത് നൽകേണ്ടതുണ്ട്. ഇദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരാണ് തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാകാം ഒപ്പമുള്ള കുട്ടിയുടെ വിശദാംശങ്ങൾ ഒരുപക്ഷെ ഹോട്ടലുകാർ ചോദിക്കാതിരുന്നത് അല്ലെങ്കിൽ ഇയാൾ നൽകാതിരുന്നത്. അങ്ങനെ ഈ കുറ്റകൃത്യവുമായിട്ട് ഈ വ്യാജ ID കാർഡ് ഉപയോഗിച്ചതിന് നേരിട്ട് ബന്ധപ്പെടാനുള്ളൊരു സാധ്യത കൂടിയാണ് ഈ വ്യാജ ID കാർഡ് ഉപയോഗിച്ചു എന്ന പരാമർശം റിമാൻഡ് റിപ്പോർട്ടിലുള്ളതുകൊണ്ട് കാണേണ്ടത്. യെസ്, അതാണ് സാഹചര്യം. അനുമോദ്, ഒരു കാര്യം കൂടി, ഈ ഫിലിപ്പ് മമ്പാട് നമുക്കറിയാം, ഈ വ്യക്തി നമ്മുടെ സമൂഹത്തിൽ മോട്ടിവേഷൻ സ്പീക്കറായി പൊതുവിഷയങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് മാനസികമായ ബലം നൽകാൻ വേണ്ടി ഇടപെടുന്ന വ്യക്തിയാണ്. അങ്ങനെ പല ആളുകളെയും നിരന്തരമായി ഇദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ടാവാം, അവരുമായി ആശയവിനിമയങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവാം. ഇപ്പോൾ ഇതാണ് ഒരു പരാതിയായി ഉയർന്നു വരുന്ന കേസ് ഇത് മാത്രമാണ്. പോലീസിൻ്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഫിലിപ്പ് മമ്പാടിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളൊക്കെ ഒരുപക്ഷെ പരിശോധിച്ചിട്ടുണ്ടാവുമല്ലോ. മറ്റെന്തെങ്കിലും പരാതികൾ മുൻകാലങ്ങളിൽ ഉയർന്നു വരികയോ അത്തരം നീക്കങ്ങൾ എന്തെങ്കിലും പോലീസിൻ്റെ ശ്രദ്ധയിലുണ്ടോ? അങ്ങനെയെങ്കിൽ അതൊക്കെ കൂടുതൽ കുരുക്കായി മാറുമല്ലോ. സജിത്ത്, ഈ ഫിലിപ്പ് മമ്പാട് നമുക്കറിയാം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തി അദ്ദേഹം വളർത്തി വലുതാക്കിയത്. പല തരങ്ങളിൽ മോട്ടിവേഷൻ സ്പീക്കറായിട്ടും ലഹരി വിമുക്ത പ്രചാരകനായിട്ടും അതുപോലെ തന്നെ താൻ ഇക്കാര്യത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയാവുന്ന തരത്തിൽ ജീവിക്കുന്ന ഒരാളാണ് എന്ന തരത്തിലുള്ള ഒരു പ്രചാരണം അദ്ദേഹം എല്ലാ മേഖലയിലും നടത്തിയത്. അങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണ് അദ്ദേഹത്തിന്റെ പ്രചാരണം മുഴുവൻ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പോലീസിന് മുൻപാകെ ഇയാൾക്ക് എതിരെയുള്ള പരാതികളൊന്നും തന്നെ ലഭ്യമായിട്ടില്ലെങ്കിൽ പോലും ഫിലിപ്പ് മമ്പാടിനെതിരെയുള്ള ആരോപണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായിട്ട് ഉയരുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയൊക്കെ നിരവധി ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അതൊന്നും കേസുമായി ബന്ധപ്പെട്ട് കാണാനാകില്ല. പക്ഷേ മുൻകാലത്ത് ഉണ്ടായിരുന്നു എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പല ആരോപണങ്ങളും ഇയാൾക്കെതിരെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അതൊന്നും രേഖാമൂലം എവിടെയും പരാതിയായിട്ട് ചെല്ലുകയോ പോലീസിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ റഡാറിൽ അത് ഉൾപ്പെടുകയോ ചെയ്തിട്ടില്ല. നിലവിൽ പോലീസിന് മുൻപാകെ ഈ ഒരു പോക്സോ കേസ് മാത്രമാണ് ഉള്ളത്. ഈ ഒരു പോക്സോ കേസിൽ സാധ്യമായ എല്ലാ വകുപ്പുകളും ഉപയോഗിച്ച് തന്നെയാണ് പോലീസ് കുറ്റങ്ങൾ ചുമത്തിയിട്ടുള്ളത്. അതായത് ലൈംഗിക പീഡനത്തിനുള്ള പോക്സോ വകുപ്പുകൾ, അതുപോലെ സംരക്ഷണ ചുമതലയിലിരിക്കെ ഉള്ള വ്യക്തി പീഡനം നടത്തിയെന്നത്, ലൈംഗിക അതിക്രമം നടത്തിയെന്നതിൻ്റെ വകുപ്പുകൾ, അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ സമ്മതമില്ലാതെ അവരെ കുട്ടിയെ കൊണ്ടുപോയി, അത് കിഡ്നാപ്പിംഗ് ആണ്, കിഡ്നാപ്പിങ്ങിനെതിരായുള്ള വകുപ്പുകൾ. അങ്ങനെ അതീവ ഗുരുതരമായിരുന്ന വകുപ്പുകൾ തന്നെയാണ്, കുറ്റങ്ങൾക്കുള്ള വകുപ്പുകൾ തന്നെയാണ് പോലീസ് ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഈ കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതായിട്ട് പോലീസിനുണ്ട്. ഈ പുറത്തു വരുന്ന വിശദാംശങ്ങൾക്ക് പുറമെ ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഈ ഒരു കേസിന് സഹായകമാകുന്ന വിവരങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട് എന്നാണ് അറിയാനാകുന്നത്. പക്ഷേ ഫിലിപ്പ് മമ്പാടിനെതിരെ മറ്റ് കേസുകൾ പരാതിയായി രേഖാമൂലം ഇതുവരെ പോലീസിന്റെ മുൻപാകെ എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും അനുമോദ് സൂചിപ്പിക്കുന്നത് പോലെ നമ്മുടെ പൊതുസമൂഹത്തിൽ ഇടപെട്ട് സാമൂഹിക പ്രതിബദ്ധത ഉള്ള വ്യക്തി എന്ന രീതിയിൽ, അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ലഹരി വിമുക്ത പ്രചാരകനായും അതല്ല മാനസിക ബലം നൽകാൻ കഴിയുന്ന മോട്ടിവേഷൻ സ്പീക്കറായൊക്കെ വലിയ രീതിയിൽ ഇടപെട്ട വ്യക്തിയാണ് ഇപ്പോൾ ഇത്തരമൊരു വലിയ ഗുരുതരമായ കേസിൽ പെടുന്നത്. എന്തായാലും പോലീസ് കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു എന്നതാണ് സാഹചര്യം. റിമോട്ട് റിപ്പോർട്ടിൽ അത്ര ഗുരുതരമായ കാര്യങ്ങളാണ് ഉള്ളടക്കമായി ചേരുകയും ചെയ്തത്. ഇനി നമ്മൾ പോകുന്നത് പത്തനംതിട്ട ജില്ലയിലേക്കാണ്.
കോന്നി മെഡിക്കൽ കോളേജ് സംബന്ധിച്ച് ചില പരാതികളാണ് അവിടുന്ന് ഉയർന്നു വരുന്നത്. കോന്നി മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് സംഭവിച്ചു എന്നാണ് പരാതി. 14-കാരൻ്റെ ഒടിഞ്ഞ കൈക്ക് 2.5 മാസം ചികിത്സ നൽകി. എങ്കിലും ഒടുവിൽ ഈ കൈ വളഞ്ഞു പോയെന്നാണ് കുടുംബത്തിൻ്റെ ആക്ഷേപം. കോന്നി അരുവാപ്പുറം സ്വദേശികളുടെ മകൻ തൻസീറിനാണ് ഈ ദുരവസ്ഥയുണ്ടായത്. സ്വകാര്യ ആശുപത്രിയിൽ കൈക്ക് വീണ്ടും ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നു. ആശുപത്രിയുടെ പിഴവ് ആരോപിച്ച് കുട്ടിയുടെ അമ്മ ആൻസലീൻ രംഗത്ത് വന്നു. 24 സർജറി കഴിഞ്ഞിട്ട് 2 ആഴ്ചയ്ക്കുള്ളിൽ കുഞ്ഞിൻ്റെ സ്റ്റിച്ച് എടുത്തു കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ കൈക്ക് നല്ല വളവാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇതെന്താ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കുട്ടിയല്ലേ, പിന്നെ കുഞ്ഞായതുകൊണ്ട് അത് പിന്നെ അവൻ വളരുന്നതനുസരിച്ച് അത് മാറും, അതുപോലെ ഫിസിയോതെറാപ്പി നമുക്ക് ചെയ്യാം, ഫിസിയോതെറാപ്പിയും ചെയ്യുന്ന സമയത്ത് അത് മാറുമെന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ട് കുഞ്ഞിൻ്റെ കൈ പ്ലാസ്റ്റർ ഇട്ട് ജനുവരി 1-ാം തീയതി പോയി അത് മാറ്റി. പിന്നെ എക്സ്റേ എടുത്ത് അത് കാണിച്ചപ്പോഴത്തേക്കിനാണ് അതിനകത്ത് നല്ല അകൽച്ച, എല്ല് നല്ല അകന്നിരിക്കുക. അപ്പം ഞങ്ങൾ എല്ല് ഇങ്ങനെ അകന്നിരിക്കുന്നത് എന്താണെന്ന് ഡോക്ടറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് പിന്നെ കുട്ടിയായതുകൊണ്ട് ബോൺസ് ഇങ്ങനെ വളരുന്ന സമയം അത് വളർന്ന് അടുത്തോളും എന്നാണ് അവർ പറഞ്ഞത്. കൈയുടെ ഈ വളവും അതും ഫിസിയോതെറാപ്പി ചെയ്യുന്ന ഇതിന് മാറിക്കോളും, ഫിസിയോതെറാപ്പി ചെയ്യും, അപ്പോഴത്തേനും അങ്ങ് മാറും. അതുപോലെ കുഞ്ഞിൻ്റെ കൈക്ക് മണ്ണക്കുറവായതുകൊണ്ട് ആ ഇട്ടേക്കുന്ന ഇംപ്ലാന്റ് ഇങ്ങനെ തള്ളിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവർ ഡോക്ടർമാരല്ലേ, അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യുമ്പോൾ ശരിയാകുമെന്ന് പറഞ്ഞിരുന്നു. പിന്നെയും ആ ജനുവരിയിൽ തന്നെ പ്ലാസ്റ്റർ ഇട്ടു. ഫെബ്രുവരി 2-ാം തീയതി പോയി അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എക്സ്റേ എടുത്തു. അപ്പോഴും എല്ലിങ്ങനെ തന്നെ കുഞ്ഞിൻ്റെ കൈക്ക് ഒരു വ്യത്യാസവുമില്ല, നല്ല വളവ്. ഈ 2.5 മാസം കൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ കൈക്ക് ഒരു മാറ്റവും വരാത്ത ഹോസ്പിറ്റലിൽ പോകണമെന്ന് ഞങ്ങൾക്ക് ഇനിയില്ല. കാരണം ഞങ്ങൾക്ക് പേടിയാണ്. അവർ എന്തുറപ്പില്ല ഞങ്ങൾക്ക് ഈ പറയുന്ന പോലെ കുഞ്ഞ് എൻ്റെ കൈ ഇനിയും ശരിയാകുമെന്ന് അവർ പറയുന്നത്. കാരണം ഇത്രയും പോലും ഒരു എക്സ്റേക്കകത്ത് ഇത്രയും ഗ്യാപ്പ് വന്നിട്ട് പോലും ഇത്രയും കാര്യങ്ങളെല്ലാം അതിനകത്ത് ഉണ്ടായിട്ട് പോലും അവർ നമ്മളോട് ഇങ്ങനെ പറഞ്ഞില്ല, ഇങ്ങനെ വന്ന് കിടക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രൂ ഇങ്ങനെ വിട്ട് കിടക്കുക എന്നുള്ളൊരു കാര്യം. കാരണം ഡോക്ടർമാരല്ലേ, അവർക്കറിയാലോ. നമ്മൾ സാധാരണക്കാർ നമുക്കറിയത്തില്ലല്ലോ, അവർക്ക് നോക്കുമ്പോൾ അറിയത്തില്ലേ. അവരെന്നിട്ട് പോലും നമ്മളോടൊരു കാര്യങ്ങളും പറഞ്ഞു തന്നില്ല. യെസ്, ശശിനാരായണൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്നും. ശശിനാരായണൻ, നെടുമങ്ങാട് ഒരു സർക്കാർ ആശുപത്രിയുടെ ചികിത്സാ പിഴവ് വലിയ വിവാദമായി നിൽക്കുകയാണ്, അത് ചർച്ച ചെയ്യപ്പെടുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ കോന്നി മെഡിക്കൽ കോളേജിനെതിരെ മറ്റൊരു ആക്ഷേപം കൂടി വരുന്നത്. ഈ കുടുംബത്തിൻ്റെ പരാതി, ആ അമ്മയുടെ ശബ്ദം നമ്മൾ കേട്ടു. ആശുപത്രിയുടെ എന്തെങ്കിലും വിശദീകരണം ലഭ്യമാണോ? ഇതിൽ ഡോക്ടർമാർ ഈ വിഷയത്തെ, ഈ പരാതിയെ എങ്ങനെയാണ് കാണുന്നത്? സജിത്ത്, 2.5 മാസം മുമ്പാണ് ഈ അരുവാപ്പുറം സ്വദേശികളായ ദമ്പതിമാരുടെ മകൻ തൻസീർ 14 വയസ്സുള്ള തൻസീറിന്റെ കൈക്ക് ഒടിവ് പറ്റി കോന്നി മെഡിക്കൽ കോളേജിൽ ചെന്നത്. അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു ശസ്ത്രക്രിയ വേണമെന്ന് പറഞ്ഞു. ഒപ്പം അതിനുശേഷം കൈക്ക് പ്ലാസ്റ്റർ ഇടുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ 2.5 മാസം ചികിത്സിച്ചിട്ടും ഈ കൈയുടെ ശരിയായ രീതിയിൽ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കാൻ കഴിയില്ല. അതായത് കൈ വളവ് ഉണ്ടാവുകയും ചെയ്തു. നിലവിലുള്ള കൈക്ക് ആ കൈയുടെ കുഴയ ഭാഗത്ത് വളവുണ്ടാവുകയും ചെയ്തു. അത് ഈ വീട്ടുകാർ ചോദ്യം ചെയ്തപ്പോൾ തീർച്ചയായും അത് പിന്നീട് ശരിയാവും, ഇനിയും കൃത്യമായ ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ നേരെയാവും എന്നുള്ള രീതിയിലാണ് ഡോക്ടർമാർ സംസാരിച്ചതെന്നാണ് ഈ വീട്ടിലെ തൻസീറിന്റെ മാതാപിതാക്കൾ പറഞ്ഞത്. പക്ഷെ അത് ഈ നിലവിലത്തെ സാഹചര്യത്തിൽ എക്സ്റേയിലെല്ലാം ഇത്തരത്തിൽ ഈ കൈയുടെ കുഴപ്പം കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തിട്ടും ഇതിനൊന്നും ഒരു കൃത്യമായ മറുപടി ഡോക്ടർമാർ നൽകുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായി ഉന്നയിച്ച ആരോപണം. അതുകൊണ്ട് തന്നെ ഇതൊരു ചികിത്സാ പിഴവാണ് എന്ന രീതിയിലാണ് ഈ കുടുംബം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് പിന്നീട് സ്വകാര്യ ആശുപത്രിയിലാണ് ഈ മകനെ ചികിത്സയ്ക്ക് കൊണ്ടുപോയി. അവിടെ ഒരു സർജറി വീണ്ടും ചെയ്തു. അതിനുശേഷമാണ് ഈ കൈക്ക് അല്പമെങ്കിലും ഈ പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ് അവരുടെ വാദം. അത് 1.5 ലക്ഷം രൂപ മുടക്കിയാണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നടത്തിയത്. പക്ഷേ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ആശുപത്രി സൂപ്രണ്ടിനെ വിളിച്ചിട്ടും കൃത്യമായ ഒരു മറുപടി നൽകാൻ ആശുപത്രി സൂപ്രണ്ട് തയ്യാറായില്ല. അത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. ഫിസിയോതെറാപ്പി ചെയ്താൽ ഒരു നിസ്സാരവൽക്കരിക്കുന്ന രീതിയിലാണ് നമ്മൾ അന്വേഷിച്ചപ്പോഴും അത് പറഞ്ഞത്. കാരണം അത് പിന്നീട് ശരിയാവും, ചെറിയ പ്രായമാണ്, ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ നേരെയാവും എന്നാണ് പറഞ്ഞത്. പക്ഷെ കൈക്ക് വികലാംഗ രൂപം പോലെ ഈ കൈക്ക് വലിയൊരു വളവ് ഉണ്ടായിട്ടുണ്ട്. അത് ഈ ചികിത്സയിലുണ്ടായ ഒരു പിഴവാണെന്നാണ് ഈ തൻസീറിന്റെ മാതാപിതാക്കൾ പറയുന്നത്. അതനുസരിച്ച് കോന്നി പോലീസ് പരാതിയും നൽകിയിട്ടുണ്ട്. പക്ഷേ ആശുപത്രി അധികൃതർ പിന്നീട് അതിനെ സംബന്ധിച്ചൊരു വിശദീകരണം നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ 2.5 മാസം തുടർച്ചയായി ചികിത്സ മെഡിക്കൽ കോളേജിൽ എത്തി ചികിത്സ നൽകിയിട്ടും കൃത്യമായ ചികിത്സ നൽകാത്തതിന്റെ പേരിലാണ് ഈ ഒടിവ് പറ്റിയ കൈക്ക് ഒരു വികലാംഗ രൂപത്തിലേക്ക് തന്നെ കൈ മാറുന്ന രീതിയിൽ അതിന്റെ കൈക്ക് വളവ് സംഭവിച്ചിട്ടുണ്ടെന്ന ആരോപണത്തിൽ തന്നെയാണ് കുടുംബം നിൽക്കുന്നത്. കൃത്യമായ അന്വേഷണം വേണം, ചികിത്സാ പിഴവാണ്, ആശുപത്രിയിലെ ഓർത്തോ സെക്ഷനകത്ത് ഉള്ള ഡോക്ടർമാരുടെ വീഴ്ചയാണെന്നുള്ള രീതിയിലാണ് ഈ തൻസീറിന്റെ മാതാപിതാക്കൾ പറയുന്നത്. എന്തായാലും അത്തരത്തിലൊരു പരാതി ഇപ്പോൾ കോന്നി പോലീസ് നൽകിയിട്ടുണ്ട്. ആ പരാതിയുമായി കുടുംബം മുന്നോട്ട് പോകണം. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കുമൊക്കെ ഇത് സംബന്ധിച്ച് പരാതി കുടുംബം നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സംബന്ധിച്ചുള്ള ഒരുപക്ഷെ റിപ്പോർട്ടുകളും അന്വേഷണവും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ആശുപത്രിക്ക് വീഴ്ചകൾ സംഭവിച്ചില്ല, അത് സ്വാഭാവികമായുള്ള കാര്യമാണ്. വലിയ രീതിയിലുള്ള പരിക്കുകളോ മറ്റു കാര്യങ്ങളോ അല്ല, ചികിത്സാ പിഴവല്ല എന്നുള്ള രീതിയിലാണ് ആശുപത്രി സൂപ്രണ്ട്
വ്യക്തമാക്കിയത്. പക്ഷേ കുടുംബം ഇപ്പോഴും ഇത് സംബന്ധിച്ചുള്ള പരാതിയുമായി മുന്നോട്ട് പോവുകയാണ് സൈത്തെ. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ആ കുട്ടിയുടെ കൈക്ക് വളവ് പറ്റിയെന്ന് കുടുംബം ആക്ഷേപിക്കുന്നു. ഒപ്പം സ്വകാര്യ ആശുപത്രിയിൽ പിന്നീട് വീണ്ടും ചികിത്സ വേണ്ടി വന്നു. എന്തായാലും ആശുപത്രിയിൽ വലിയ പിഴവ് പറ്റിയെന്ന കുടുംബത്തിൻ്റെ ആക്ഷേപത്തിൽ ഇടപെടൽ ഉണ്ടാകുമോ? എന്തായാലും ഹോസ്പിറ്റൽ അധികൃതർ അത്തരമൊരു പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന ന്യായീകരണത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും പരാതി പരിശോധിക്കപ്പെടേണ്ടതാണ്. തീർച്ചയായും അത് പരിശോധിക്കണം. നമ്മുടെ പൊതു ആശുപത്രിക്കെതിരെയാണ് ഇത്തരമൊരു ആക്ഷേപം എന്നതുകൊണ്ടുകൂടി തന്നെ കൂടുതൽ പരിശോധന വേണ്ടിവരും. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ വ്ളോഗർ ചിന്നു പാപ്പുവിൻ്റെയും ആൺ സുഹൃത്ത് സന്തോഷിൻ്റെയും ആത്മഹത്യയിൽ അവ്യക്തത തുടരുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ചിന്നു പാപ്പു എന്ന രേഷ്മയെ ആസാദ് നഗറിലെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ചയാണ് മന്നിപ്പാടിയിലെ വീട്ടിൽ സന്ദേശിനെ, അതായത് ഈ ആൺ സുഹൃത്തിനെ, കിടപ്പുമുറിയിൽ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കടുത്ത മാനസിക സമ്മർദ്ദമാണ് ഇരുവരുടെയും ആത്മഹത്യക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും പോലീസിന് ഇതുവരെ കൃത്യമായൊരു കാരണം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആത്മഹത്യക്ക് പിന്നിൽ പുറത്തു നിന്നുള്ള ഇടപെടലുകൾ എന്തെങ്കിലും ഉണ്ടായോ എന്നത് സംബന്ധിച്ച് അന്തിമ നിഗമനത്തിലെത്താൻ പോലീസിന് ഒരാഴ്ച കഴിഞ്ഞിട്ടില്ല എന്നതാണ് നിലവിലെ സാഹചര്യം. കെ വി ബൈജു ചേരുന്നുണ്ട് നമുക്കൊപ്പം. ബൈജു, ഈ മരണത്തിന് ആദ്യം ഈ ചിന്നു പാപ്പുവിൻ്റെ മരണത്തിന് ഉത്തരവാദി ആൺ സുഹൃത്ത് എന്നതാണ് കരുതപ്പെടുകയും പോലീസിൻ്റെ അന്വേഷണം ആ നിലയ്ക്കെന്നാണ് കരുതുന്നത്. അതിനിടയിലാണ് ആൺ സുഹൃത്തിനെ കൂടി മരിച്ച നിലയിൽ കണ്ടെത്തപ്പെടുന്നത്. സ്വാഭാവികമായും ഒരു വലിയ ദുരൂഹതയുണ്ട്. ഇത് വ്യക്തമാക്കപ്പെടേണ്ട കാര്യമാണ്. കാരണം സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിരന്തരം ഇടപെടുന്ന വ്യക്തിയാണ്. അപ്പോൾ ആ രീതിയിൽ കൂടി ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നൊരു വലിയ ദുരൂഹതയുണ്ട്. എന്തുകൊണ്ടാണ് പോലീസിന് ഇതുവരെയും ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയാതെ വരുന്ന സാഹചര്യം? പുറത്തു നിന്നുള്ള ഇടപെടലിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ ഈ കേസിൽ? സൈത്തെ, അത് തന്നെയാണ് പോലീസ് പ്രാഥമികമായ അന്വേഷണത്തിൽ ഇത്തരത്തിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തെ തുടർന്നാണ് രേഷ്മ ആത്മഹത്യ ചെയ്തതെന്നല്ലാതെ എന്താണ് പ്രധാനപ്പെട്ട കാരണം എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഉത്തരമില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. അതായത് കൃത്യമായി പറഞ്ഞാൽ 10 ദിവസമായിരിക്കുന്നു രേഷ്മ ആത്മഹത്യ ചെയ്തിട്ട്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് രേഷ്മയെ ഇത്തരത്തിൽ കാസർഗോഡ് നഗരത്തിലുള്ള ആസാദ് നഗർ എന്ന് പറയുന്ന സ്ഥലത്തെ വാടക വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത്. അത് ഈ ആൺ സുഹൃത്തുമായി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇവർ ഈ വീട്ടിലായിരുന്നു താമസം. ആൺ സുഹൃത്തും ഇവരും തമ്മിൽ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടെന്ന് ഈ അയൽവാസികളുടെ മൊഴി ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഈ ആൺ സുഹൃത്തിനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തെങ്കിലും അത്തരത്തിൽ രേഷ്മയെ ആത്മഹത്യയിലേക്ക് നയിക്കാൻ മാത്രം ഒരു പ്രശ്നം ഇവർ തമ്മിൽ ഉണ്ടായില്ല എന്ന് മനസ്സിലായതിനെ തുടർന്നാണ് രക്ഷിതാക്കൾക്കൊപ്പം പറഞ്ഞേക്കുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ പിന്നെ രേഷ്മയെ അലട്ടിയ അല്ലെങ്കിൽ രേഷ്മയെ നേരിട്ട കടുത്ത മാനസിക സമ്മർദ്ദം അത് എന്താണ് എന്നതിന് ഇതുവരെ ഒരു ഉത്തരം വന്നിട്ടില്ല. അത് തന്നെയാണ് കുടുംബവും പറയുന്നത്. കുടുംബം ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. സഹോദരനാണ് പരാതി നൽകിയിരുന്നത്. 10 ദിവസമായിട്ടും രേഷ്മ ആത്മഹത്യ ചെയ്യാനിടയായ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആത്മഹത്യക്കുറിപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പ്രാഥമികമായി പോലീസ് പറയുന്നത് ഈ ഭർത്താവ് മറ്റൊരു യുവതിക്കൊപ്പം, അതായത് വിവാഹിതയായ മറ്റൊരു യുവതിക്കൊപ്പം ഒളിച്ചോടി അവരുടെ കൂടെ താമസിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് രേഷ്മയെ കടുത്ത മാനസിക സമ്മർദ്ദത്തിനിടയാക്കി അങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് രേഷ്മ പോയതായിരിക്കും എന്നൊരു നിഗമനമാണ് പറഞ്ഞത്. പക്ഷെ അപ്പോഴും ഈ കാര്യം ആരോടും രേഷ്മ പങ്കുവച്ചിട്ടില്ല. സുഹൃത്തുക്കളോടോ അതും ആൺ സുഹൃത്തിനോടോ പങ്കുവച്ചിട്ടില്ല. കാരണം ആൺ സുഹൃത്തിന് മൊഴി രേഖപ്പെടുത്തിയതിൽ അങ്ങനെ ഒരു കാര്യം രേഷ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള വളരെ സന്തോഷവതിയായി തന്നെ രേഷ്മ കാണപ്പെട്ടു എന്നാണ് ആൺ സുഹൃത്തിന് മൊഴി ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ രേഷ്മയെ ഇത്രത്തോളം കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കിയ വിഷയം എന്താണ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ വരുന്നത്. പോലീസ് ഇതിൽ ഒരു അന്തിമമായ ഒരു തീരുമാനം എന്താണ് ഈ സ്ഥിരീകരണം ഈ ഒരു ആത്മഹത്യക്ക് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതുപോലെ തന്നെയാണ് സന്ദേശ് കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചക്കാണ് കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത്. സന്ദേശ് ഈ രേഷ്മ ആത്മഹത്യ ചെയ്തതിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു, വലിയ മാനസിക വിഷമത്തിലായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഈ ആത്മഹത്യയിലേക്ക് നയിക്കാൻ മാത്രം മറ്റെന്തെങ്കിലും കാരണമുണ്ടോ, അല്ലെങ്കിൽ സന്ദേശ് വെളിപ്പെടുത്താത്ത ഏതെങ്കിലും കാരണം ഈ രേഷ്മയെ പ്രശ്നം തമ്മിലുള്ള ഉണ്ടോ എന്നതാണ് പോലീസിന് ഇത് കണ്ടെത്താൻ സാധിക്കുന്നത്. ഏതായാലും സന്ദേശിനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. പല വിവരങ്ങളും പോലീസിന് ലഭിച്ചിരുന്നതെന്നാണ് പറയുന്നത്. അത് തുടർ അന്വേഷണം ഉണ്ടായിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനം. ഈ സന്ദേശിന്റെ സുഹൃത്തുമായി രേഷ്മ അടുപ്പത്തിലായി എന്നൊക്കെ ചില കാര്യങ്ങളൊക്കെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അത്തരം ചോദ്യം ചെയ്യലോ മൊഴിയെടുപ്പോ അതിനുശേഷം ഉണ്ടായിട്ടില്ല. രേഷ്മയുടെ സുഹൃത്തുക്കളുടെ മൊഴി പോലീസ് അതിനുശേഷം രേഖപ്പെടുത്തില്ല. ഏതായാലും കേസ് ഇപ്പോഴും അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇതുവരെ ഒരു അന്തിമമായ ഒരു സ്ഥിരീകരണം ഈ 2 ആത്മഹത്യകളിലും ഉണ്ടായിട്ടില്ല. സജിത്ത് പറഞ്ഞതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇപ്പോഴും ഈ ഒരു ആത്മഹത്യ സംബന്ധിച്ച് വലിയ തോതിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. കാരണം അത്രത്തോളം സന്തോഷവതിയായ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. ഏതെങ്കിലും തരത്തിൽ നമുക്കറിയാം ഈ ബ്ലോഗർമാരുടെ പ്രത്യേകത അവരുടെ സ്വന്തം സ്വകാര്യ കാര്യങ്ങൾ പോലും അവർ ബ്ലോഗിലൂടെ അവരുടെ ഫോളോവേഴ്സിൽ പങ്കുവെക്കുന്നതാണ്. പക്ഷേ രേഷ്മയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ഈ
ആൺ സുഹൃത്തിനൊപ്പം വളരെ സന്തോഷവതിയായിരിക്കുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളുമായിരുന്നു പുറത്തുവിട്ടുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ 4 വയസ്സുള്ള ഒരു മകനുണ്ട്. മകനെ ഈ പിതാവിനൊപ്പം താമസിപ്പിച്ചാണ് രേഷ്മ ആത്മഹത്യ ചെയ്തത്. അവിടെ കൊണ്ടുവിട്ടതിന് ശേഷമാണ് ആത്മഹത്യ ചെയ്തത്. അപ്പോൾ രേഷ്മ ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചു എന്നുമാണ് പോലീസിന്റെ ഒരു നിഗമനം. അങ്ങനെയാണെങ്കിൽ ഈ രേഷ്മയുടെ പ്രധാനമായി കണ്ടെത്തേണ്ടത് രേഷ്മയ്ക്ക് മറ്റേതെങ്കിലും പുറത്തു നിന്നുള്ള ഇടപെടൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അത്തരത്തിൽ ഭീഷണിയോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് അന്വേഷിക്കേണ്ടത്. അതിൽ പോലീസ് കൃത്യമായൊരു ഉത്തരം ഇതുവരെ പോലീസിന് കിട്ടിയിട്ടില്ല എന്നതാണ്. കൂടുതൽ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത്തരം അന്വേഷണത്തിലേക്കൊന്നും കടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതിനൊരു ഉത്തരം വേണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത്. രേഷ്മയുടെ ഈ ഒരു ആത്മഹത്യക്ക് പിന്നിൽ ആൺ സുഹൃത്താണെന്ന വലിയ പ്രചരണം ഉണ്ടായിരുന്നു. പക്ഷേ ആൺ സുഹൃത്തിന്റെ ഒരു ഇടപെടലല്ല അത്തരത്തിലുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രധാനപ്പെട്ട കാര്യം? ഈ ഭർത്താവിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഭീഷണിയോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ? അതല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ആത്മഹത്യ ചെയ്ത ആൺ സുഹൃത്തിന്റെ ഒരു സുഹൃത്തുമായി രേഷ്മയ്ക്ക് അടുപ്പമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഏറ്റവും അവസാന നാളുകളിൽ. അപ്പോൾ ആ ഒരു പ്രശ്നത്തെ ചൊല്ലിയാണ് ഇവർ തമ്മിൽ നിരന്തരം വാക്കുതർക്കങ്ങൾ ഉണ്ടായത്. അങ്ങനെ അയാളുടെ ഏതെങ്കിലും ഇടപെടലുണ്ടോ എന്നതും അന്വേഷിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഏറ്റവും ഒടുവിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് നമ്മൾ ഈ കാര്യം അന്വേഷിച്ചപ്പോഴും ഇതിലൊരു അന്തിമ സ്ഥിരീകരണം, ഒരു കൺക്ലൂഷനിലേക്ക് പോലീസിന് ഇതുവരെ എത്താൻ സാധിച്ചിട്ടില്ല. സൈറ്റ് ബൈജു, ഒരു കാര്യം കൂടി, ഇരുവരുടെയും കുടുംബ പശ്ചാത്തലം അത് ഈ മരണത്തിന് ഇടവെച്ചിട്ടുണ്ടോ? കാരണം രണ്ടുപേർക്കും ഫാമിലിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ ചിന്നു പാപ്പു തന്നെ കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കുകയായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ആൺ സുഹൃത്തിൻ്റെ പശ്ചാത്തലവും അത് തന്നെയാണ്. അപ്പോൾ ഇരുവർക്കിടയിലെ തർക്കത്തിനും അപ്പുറം മറ്റു ചില സാഹചര്യങ്ങൾ കൂടി രണ്ടുപേരും മരണത്തിലേക്ക് ഇടവെച്ചു. മറ്റു ദുരൂഹതകൾ, ഈ ആത്മഹത്യ എന്ന നിഗമനത്തിൽ തന്നെ പോലീസ് ഉറച്ചു നിൽക്കുകയാണ് ഇക്കാര്യത്തിൽ. സൈത്തെ, അത് നമ്മൾ നേരത്തെ അന്വേഷിച്ചാണ്. ഈ രേഷ്മയുടെ കുടുംബവുമായി ഒരു പ്രശ്നവും ഇവർ ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല, ഏറ്റവും അവസാനമായി ഈ ആത്മഹത്യ ചെയ്യുന്നതിന് ഒരാഴ്ച മുൻപ് രേഷ്മയുടെ ആൺ സുഹൃത്തും അവരുടെ കുടുംബ വീട്ടിലുണ്ടായിരുന്നു. അവിടെ നിന്നും 24-ാം തീയതിയാണ് രേഷ്മ ഇങ്ങനെ കാസർഗോഡേക്ക് വന്നത്. ഈ കാസർഗോഡേക്ക് മാറി താമസിക്കുന്നത് തന്നെ കരിയറിൽ, അതായത് ഇങ്ങനെ ഒരുപാട് വർക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവർ കൊളാബൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വർക്കുകൾ ഉണ്ടാകുമ്പോൾ അതിന് സൗകര്യാർത്ഥം ഈ കാസർഗോഡ് നഗരത്തിൽ താമസിക്കുന്നതാണ് ഇവരുടെ പിതാവ് പോലും വ്യക്തമാക്കിയിരിക്കുന്നത്. അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ആൺ സുഹൃത്തുമായി ഒരുമിച്ച് നിൽക്കുന്നതിനോ അല്ലെങ്കിൽ ആൺ സുഹൃത്തുമായി ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് പ്രശ്നങ്ങളോ കുടുംബപരമായി ഒന്നുമില്ല. അവർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ ഈ സന്ദേശിന്റെ കൂടെ താമസിക്കുന്നത്. സന്ദേശ് ഇവരുടെ വീട്ടിൽ പോകാറുണ്ടായിരുന്നു. ഈ വീഡിയോകളിലൊക്കെ സന്ദേശിനെ കാണാം. കുടുംബം അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു. പക്ഷേ അവരുടെ ജോലി ആവശ്യാർത്ഥാണ് കാസർഗോഡ് നഗരത്തിൽ ഇങ്ങനെ വാടക ക്വാർട്ടേഴ്സിൽ നിൽക്കുന്നതെന്നാണ് പോലീസും വ്യക്തമാക്കിയിരുന്നത്. അതുപോലെ തന്നെ സന്ദേശ് ഒരു പെയിന്റിംഗ് തൊഴിലാളിയാണ്, സാധാരണ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. അവിടെയും ഈ ചിന്നുപാപ്പുവിന്റെ കൂടെ താമസിക്കുന്നത് അല്ലെങ്കിൽ ഇവർ ഒരുമിച്ച് നിൽക്കുന്നതിനോ അവർക്ക് എതിർപ്പുണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ കാര്യമായ എന്തോ ഒരു ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിലും അത് കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അത് ഒരു പക്ഷേ ഇവർ വാടകയ്ക്ക് താമസിക്കുന്നതിന് സമീപം ഉള്ള നിൽക്കുന്ന ഒരാളുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് ഈ കുടുംബം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിലൊന്നും ഒരു വ്യക്തത വന്നിട്ടില്ല. പോലീസ് ഇത് സംബന്ധിച്ച അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ തരത്തിലുള്ള ഒരു അന്വേഷണം വേണമെന്നൊരു ആവശ്യമാണ് ഉയരുന്നത്. ആൺ സുഹൃത്തിനെ കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നു അന്വേഷണം ഉണ്ടായിരുന്നത്. അയാളെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. പിന്നീട് രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയച്ചു. പോലീസിന് യാതൊരു തെളിവും കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീട് ഇയാൾ മരന്നൊന്ത് ഒരു പക്ഷേ ഈ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇയാളുടെ ഈ ആൺ സുഹൃത്തിന്റെ ഫോട്ടോ വെച്ച് ഇത്തരത്തിൽ വലിയ തോതിൽ രേഷ്മ ആത്മഹത്യ ചെയ്യുന്നതിന്റെ കാരണം ഈ ആൺ സുഹൃത്താണെന്ന തരത്തിൽ വലിയ തോതിൽ പ്രചരണം ഉണ്ടായിരുന്നു. അത് ഫോട്ടോ സഹിതം ഉണ്ടായിരുന്നു. അത് ഇയാളെ സംബന്ധിച്ചിടത്തോളം വലിയ മനോവിഷമം ഉണ്ടാക്കിയെന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം ഈ രേഷ്മ ആത്മഹത്യ ചെയ്തതിലും ഇയാൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു പറയുന്നു. ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനം ഈ വ്ളോഗറായ രേഷ്മ ആത്മഹത്യ ചെയ്യാനിടയായ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പോലീസിന് അതിൽ ഒരു ഉത്തരം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ആൺ സുഹൃത്ത് അല്ലെങ്കിൽ പിന്നെ എന്താണ് ഇവർക്ക് തമ്മിലുണ്ടായ പ്രശ്നം എന്ന് സംബന്ധിച്ച്, അതല്ലെങ്കിൽ ആത്മഹത്യ പ്രേരണ ഇതിൽ ഉണ്ടോ, അത്തരത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നത് സംബന്ധിച്ച ഒരു അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. യെസ്, എന്തായാലും ഇക്കാര്യത്തിൽ ദുരൂഹത പുറത്തു വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് നവജാത ശിശു മരിച്ചെന്ന പരാതിയിൽ അമ്മയുടെയും അച്ഛൻ്റെയും മൊഴിയെടുത്തു. ഡോക്ടർമാരുടെ അന്വേഷണ സമിതിയാണ് മൊഴിയെടുത്തത്. ഡോക്ടർ ബിന്ദു സുന്ദറിന് 2 തവണയായി 5000 രൂപ കൈക്കൂലി നൽകിയെന്നാണ് അച്ഛൻ്റെ മൊഴി. SIT ആശുപത്രിയിലെ 3 അംഗ ഡോക്ടർമാരുടെ സംഘമാണ് പരാതിയിലെ പിഴവ് അന്വേഷിക്കുന്നത്. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട്. സാരംഗ്, ഡോക്ടർമാരും പരാതി
പ്രതിഷേധവുമായി രംഗത്തുണ്ട്. എന്താണ് നിലവിലെ അവസ്ഥ? ഇതിൽ അന്വേഷണം എങ്ങനെ നടക്കുന്നു? ഈ ഒരു വിഷയത്തിൽ പ്രധാനമായുമുള്ള അന്വേഷണം ഈ ഒരു വിദഗ്ധ സമിതിയുടേതാണ്. കാരണം ഈ ഒരു കുഞ്ഞിൻ്റെ മരണകാരണം അറിയുക എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. കാരണം ഡോക്ടർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്. അതിൽ പല കാരണങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതായത് കൈക്കൂലി ആരോപണവും ഒപ്പം തന്നെ ഈ ഒരു ചികിത്സാ പിഴവും അടക്കമുള്ള വിഷയങ്ങൾ ദൃശ്യമാധ്യമങ്ങളിൽ പ്രചരിച്ചത് അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം നടപടിയെടുത്തത്. പക്ഷേ ഇതിൽ കൈക്കൂലി ആരോപണം നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ശാസ്ത്രീയമായ തെളിവുകളുടെ അഭാവം ഇപ്പോഴും നിലനിൽക്കുന്നു. കാരണം കുഞ്ഞിൻ്റെ മരണകാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. ബന്ധുക്കൾ പറയുന്നത് കുഞ്ഞിന് ജീവൻ ഉണ്ടായിരുന്നു. പക്ഷേ ആശുപത്രി അധികൃതരും ഡോക്ടറും പറയുന്നത് ഈ കുഞ്ഞ് മരിച്ചാണ് ഈ ഒരു പ്രസവം നടന്നത്. അതായത് ഒരു ജീവൻ ഉണ്ടായിരുന്നില്ല കുഞ്ഞിനെന്നായിരുന്നു ഡോക്ടറടക്കം പ്രതികരിച്ചത്. പക്ഷേ പിന്നീട് ഈ ഒരു പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് അവസാനിച്ചു കഴിഞ്ഞു എന്നാണ് ലഭിക്കുന്ന വിവരം. കുഞ്ഞിൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വളരെ പെട്ടെന്ന് തന്നെ സമർപ്പിക്കാൻ വേണ്ടി നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ 3 അംഗ സമിതി ഇവിടേക്ക് ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. അവർ പ്രാഥമിക പരിശോധന നടത്തി മടങ്ങുകയാണ് ചെയ്തത്. അതിനൊപ്പം തന്നെയാണ് ഈ ഒരു ഡോക്ടർക്കെതിരെയുള്ളൊരു നിലപാടെടുക്കുകയും ചെയ്തത്. നിലവിൽ ഈ ഒരു ശാസ്ത്രീയ പരിശോധനയുടെ ഫലത്തിനായാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ വിദഗ്ധ സമിതി ഈ ഒരു ആശുപത്രിയിലെ രേഖകളും മറ്റും പരിശോധിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ ഡോക്ടർക്കെതിരെ ഇതിനു മുൻപും സമാനമായ പരാതികൾ ലഭിച്ചിരുന്നു എന്നാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ ഒരു വിഷയത്തിലടക്കം ഈ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. സമാനമായ രീതിയിൽ ഈ ഒരു പ്രസവത്തിനായി അഡ്മിറ്റായ ഒരു യുവതി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായും അത് പരാതി ആരോഗ്യവകുപ്പിന് മുൻപാകെ ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. അതിനു മുൻപും അതായത് ആഴ്ചകളുടെ വ്യത്യാസത്തിലാണ് ഇത്തരത്തിലുള്ള സമാന സംഭവങ്ങൾ ഈ ആശുപത്രിയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം കനത്ത രീതിയിൽ പ്രതിഷേധം ഇവിടെ നടക്കുകയും ചെയ്ത് രാഷ്ട്രീയ കക്ഷികളും ഒപ്പം ബന്ധുക്കളും ഈ വിഷയത്തിൽ കനത്ത രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ഒപ്പം തന്നെ ഈ ഒരു സസ്പെൻഷൻ മാത്രം പോരാ, ഇതിൽ കൃത്യമായ അന്വേഷണവും അതിനൊപ്പം തന്നെ കൂടുതൽ കർശനമായ നടപടിയിലേക്കും കടക്കാനും നിർദ്ദേശം അതായത് പ്രക്ഷോഭകരും കുടുംബവും മുന്നോട്ട് നിൽക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് KGMCT ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഡോക്ടർക്കെതിരെ എടുത്ത നടപടിക്കൊപ്പം തന്നെ ഈ ഒരു സൂപ്രണ്ടിനെയും മറ്റും ആക്രമിക്കുന്ന അല്ലെങ്കിൽ പൂട്ടിയിടുന്ന രീതിയിലേക്ക് പ്രതിഷേധം കനത്തിരുന്നു. ഈ ഒരു സംഭവം നടന്ന രാത്രി അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. എന്തിനായാലും ഇതിൽ ഈ ഒരു വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും ഡോക്ടർക്കെതിരെയുള്ള നടപടി കൂടുതൽ കർശനമാക്കുകയും ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തേക്ക് വരികയും ചെയ്യുക. സജിത്ത്, ഈ ഡോക്ടർമാരുടെ സമരം അത് എത്ര കണ്ട് ശക്തമാണ് ഈ മേഖലയിൽ? പ്രത്യേകിച്ച് ഡോക്ടർമാർ ഈ ആരോപണങ്ങൾ മുഴുവൻ നിഷേധിക്കുകയാണല്ലോ. സാരംഗ്, ഡോക്ടർമാരുടെ നീക്കം വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. ഡോക്ടർമാരുടെ നീക്കം ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ചു എന്നതല്ലാതെ ഇപ്പോൾ അതിന് സമാന്തരമായി തന്നെ ഈ ഒരു ഡോക്ടർമാരുടെ മറ്റ് സമരങ്ങളും നടക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് ഈ ഒരു വിഷയവും വന്നത്. പക്ഷേ അവർ ഈ ഒരു വിഷയത്തിൽ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിനായി അവരും കാത്തിരിക്കുകയാണ്. പക്ഷേ അതിനൊപ്പം തന്നെ സസ്പെൻഷൻ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന കാരണം കൈക്കൂലി വാങ്ങി 2 തവണയായി സ്വകാര്യ പ്രാക്ടീസിംഗ് നടത്തുന്ന സ്ഥലത്തെത്തി ഈ കുടുംബം 5000 രൂപ 2 തവണയായി നൽകിയെന്നാണ് കഴിഞ്ഞ ദിവസം ഭർത്താവ്, ഈ ഒരു യുവതിയുടെ ഭർത്താവ് അടക്കം നമ്മോട് പ്രതികരിച്ചിരുന്നു. അതിനൊപ്പം തന്നെ ലേബർ റൂമിലേക്ക് എത്തുന്ന രോഗികൾ, അതായത് യുവതികളുടെ കുടുംബത്തിൽ നിന്നും 3000 മുതൽ 5000 രൂപ വരെ ആവശ്യപ്പെടാറുണ്ട്. അങ്ങനൊരു സംഭവം ലേബർ റൂമിൽ സ്ഥിരമായി നടക്കുന്നതാണെന്ന് രാഷ്ട്രീയ പാർട്ടികളും ഒപ്പം തന്നെ ഈ കുടുംബവും ആരോപിച്ചിരുന്നു. അവർ ഈ വിഷയം അറിഞ്ഞിരുന്നില്ല. അങ്ങനെ കൊടുക്കാത്തത് കൊണ്ടാണോ ഈ യുവതിക്ക് കൃത്യമായ പരിചരണം ലഭിക്കാത്തത് എന്നടക്കം സംശയം രേഖപ്പെടുത്തുകയടക്കം ചെയ്തിരുന്നു. അതിലടക്കം ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ അന്വേഷണം എത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്ത് തന്നെയായാലും സ്വകാര്യ പ്രാക്ടീസ് നടത്തുകയും അതിൽ ഈ ഒരു ചികിത്സയ്ക്ക് ആവശ്യമായി ഈ ഒരു പണം കൈക്കൂലി ആവശ്യപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ KGMCT ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. അതിനൊപ്പം തന്നെ ഈ ഒരു ആക്രമണ രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. അതായത് പ്രതിഷേധം ജനാധിപത്യമായ രീതിയിൽ നടക്കുന്ന ഒരു സ്വാഭാവികമായ സംഭവമാണെങ്കിൽ പോലും ഇതിൽ ആരോപണ വിധേയരല്ലാത്ത സൂപ്രണ്ടിനും മറ്റ് RDO അടക്കം കഴിഞ്ഞ ദിവസം ആക്രമിക്കുന്ന ഒരു സംഭവത്തിലേക്ക് എത്തിയിരുന്നു. തടഞ്ഞു വെക്കുന്നതിന് പകരം ഉന്തുകയും പിന്നീട് അദ്ദേഹത്തെ പുറത്തേക്ക് പോകാൻ അടക്കം സമ്മതിക്കാതെ ഈ ഒരു മുറിക്കകത്ത് അടച്ചിടേണ്ട ഒരു സാഹചര്യം അടക്കം നിലനിന്നിരുന്നു ആശുപത്രിയിൽ. പിന്നീടാണ് ഈ ഒരു നടപടി അടക്കം എടുത്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അക്രമ സംഭവങ്ങൾ അത് ഈ ഒരു പ്രതിഷേധത്തിൻ്റെ രൂപത്തിലായിക്കോട്ടെ അല്ല മറ്റു രീതിയിലായിക്കോട്ടെ അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് KGMCTയുടെ നിലപാട് വ്യക്തമായും അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു അന്വേഷണവുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഡോക്ടർമാരുടെ സംഘടനയുടെ നിലപാട്. അതിലെന്തായാലും ഈ ഒരു ശാസ്ത്രീയ പരിശോധനയും ഒപ്പം ഈ ഒരു രേഖകളുടെയും അടക്കം പരിശോധനാ ഫലം അല്ലെങ്കിൽ അതിൻ്റെ അടക്കം റിപ്പോർട്ട് വന്നാൽ മാത്രമേ ഇതിൽ കൃത്യമായ ഒരു വിവരം ലഭ്യമാവുകയുള്ളൂ. സാരംഗ്, ഒരു കാര്യം കൂടി, ഈ ഡോക്ടർമാരുടെ പരാതിക്കെതിരെ, ഡോക്ടർമാരുടെ ഈ നീക്കത്തിനെതിരെ ആരോഗ്യവകുപ്പ് എടുക്കാൻ പോകുന്ന നീക്കങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണല്ലോ. ഈ സമയത്ത് നടപടിയെടുക്കുന്നതും പ്രതിസന്ധിയാണ്. അതേസമയം ഒരു സർക്കാർ ആശുപത്രിക്കെതിരെ ആക്ഷേപം ഉണ്ടാകുന്നത്, അത് പൊതുജന അഭിപ്രായം എതിരാവുന്നതും സർക്കാരിന് മുന്നിൽ രാഷ്ട്രീയപരമായും വെല്ലുവിളിയാണല്ലോ. അതുകൊണ്ട് ആരോഗ്യവകുപ്പ് ഏത് രീതിയിലാണ് ഈ വിഷയങ്ങളെ ഇപ്പോൾ നോക്കിക്കാണുന്നത്?
പ്രത്യേകിച്ചും ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയാണ് ആരോഗ്യവകുപ്പിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. കാരണം ഒരു ഭാഗത്ത് KGMCTയെ പ്രഖ്യാപിച്ച സമരം നടക്കുന്നു, OP ബഹിഷ്കരണവും, ഇന്ന് അടിയന്തര ശസ്ത്രക്രിയകളല്ലാത്ത എല്ലാ ശസ്ത്രക്രിയകളും സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും മുടങ്ങിയിരിക്കുന്ന സാഹചര്യമാണ്. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള ചികിത്സാ പിഴവ്. അത് തിരുവനന്തപുരം ജില്ലയിലെ മറ്റ് ആശുപത്രിയിൽ, ജനറൽ ആശുപത്രിയിലായിക്കോട്ടെ, മറ്റ് പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവിൻ്റെ ആരോപണങ്ങൾ നിലനിൽക്കുന്നു. അതിൽ അന്വേഷണം നടക്കുന്നു. നിയമസഭയിലടക്കം ഈ വിഷയം പ്രതിപക്ഷം പലതവണ ഉയർത്തി കാണിക്കുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് വലിയ പ്രതിസന്ധിയിലാണ്. കർശനമായ നടപടി എടുത്തില്ല എങ്കിൽ പൊതുജനരോഷം ഇതിൽ വളരെയധികം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഈ ഒരു ഡോക്ടർ പലതവണയായി ആരോപണ വിധേയമായിട്ടുള്ള ഒരു ഡോക്ടറുമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിൻ്റെ ഒരു സാഹചര്യം. പക്ഷേ അതിൽ നിന്നും ആദ്യം കൈകഴുകാനുള്ളൊരു നീക്കമായിരുന്നു നടത്തിയത്. കാരണം സ്ഥലമാറ്റ ഉത്തരവായിരുന്നു ആദ്യം പുറത്തേക്ക് വന്നത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവ് വരുന്നു. അത് മുന്നോട്ട് വെച്ചായിരുന്നു ബന്ധുക്കളുമായിട്ടുള്ള ചർച്ച നടത്തിയത്. പക്ഷേ അത് അംഗീകരിക്കാൻ ബന്ധുക്കൾ തയ്യാറായില്ല. ആ സമയത്താണ് ഈ കൈക്കൂലി ആരോപണം കൂട്ടിച്ചേർത്തുകൊണ്ട് സസ്പെൻഷനിലേക്ക് കടന്നത്. അതിനപ്പുറത്തേക്ക് കടുത്ത നടപടി എടുക്കുമോ എന്ന കാര്യത്തിൽ ഒരു ചോദ്യം നിലനിൽക്കുന്നു. കാരണം ഇതിനപ്പുറത്തേക്ക് നടപടി എടുക്കണമെങ്കിൽ അത് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് സമർപ്പിക്കണം. അതിനൊപ്പം തന്നെ ഇതിൽ നടന്ന കാര്യങ്ങളിൽ കുടുംബത്തിൻ്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അച്ഛനും അമ്മയും ഈ ഒരു മരിച്ച കുട്ടിയുടെ അച്ഛനും അമ്മയും മൊഴി നൽകിയത്, അതായത് 5000 രൂപ നൽകി എന്നാണ്. അതിനൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളിലും, അതായത് ഈ ഒരു പെട്ടെന്നൊരു പ്രസവം നടക്കുന്നു, അത് സിസേറിയൻ എന്ന് മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല, ഈ ഒരു കുട്ടിയുടെ തലയ്ക്ക് വളർച്ച കൂടുതലുണ്ടായിരുന്നു, അത് ഈ ഒരു ഡെലിവറിക്ക് ശേഷമാണ് മനസ്സിലാക്കിയത്, അതെന്തുകൊണ്ട് ഇതിന് മുൻപുള്ള സ്കാനിങ്ങുകളിൽ തിരിച്ചറിയാൻ സാധിച്ചില്ല, കുട്ടിയുടെ മറ്റ് ശ്വാസതടസ്സം അടക്കം ഉണ്ടാകുന്ന രീതിയിലേക്ക് കഴുത്തിൽ ഈ കുടുങ്ങിക്കിടക്കുന്ന അടക്കമുള്ള അവസ്ഥകൾ ഉണ്ടായിരുന്നു എന്ന് ഡോക്ടർ പിന്നീടാണ് വെളിപ്പെടുത്തുന്നത്. ഇത് മറ്റ് സ്കാനിങ്ങുകളിലടക്കം വ്യക്തമായില്ല, എന്തുകൊണ്ട് അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന വലിയ ചോദ്യങ്ങൾ കുടുംബം ആരോപിക്കുന്നുണ്ട്. ഇവർ മുന്നോട്ട് വെക്കുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത് പലതവണയായി ഉണ്ടായ ഈ ചികിത്സാ പിഴവ് സ്ഥലമാറ്റത്തിലൂടെ അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ പിന്നീടും തുടരും. അതിനൊപ്പം തന്നെ കൈക്കൂലി ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ശീലം മറ്റൊരു ആശുപത്രിയിൽ തുടരുക അതിനപ്പുറത്തേക്ക് ഇതിനൊരു അവസാനം ഉണ്ടാകണം. ഈ കുഞ്ഞിനും മറ്റ് കുഞ്ഞുങ്ങൾക്ക്, മറ്റ് ഈ ഒരു യുവതികൾക്കടക്കം ഇതിൽ നീതി ലഭിക്കണമെന്നാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. അതിനൊപ്പം തന്നെയാണ് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയുള്ള ഈ ഒരു ആരോഗ്യവകുപ്പിൻ്റെ നീക്കം. അതിൽ കൃത്യമായ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ നടപടിയെങ്കിൽ KGMCT അടക്കം ഇതിൽ കൃത്യമായി IMA അടക്കമുള്ള സംഘടനകൾ ഇതിൽ രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഡോക്ടർമാർക്കെതിരെയുള്ള ആക്രമണത്തിലടക്കം കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് സംഘടനകൾ. അതിനൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഈ ഒരു ഡോക്ടർക്കെതിരെ ഉണ്ടായ ഒരു പ്രക്ഷോഭത്തിൽ ആശുപത്രിക്ക് നേരെയും ഡോക്ടർമാർക്കെതിരെയും അവിടെയുള്ള സ്റ്റാഫുകൾക്ക് നേരെയും ഉണ്ടായ അക്രമ സംഭവങ്ങളിലും അവർ ഈ ഒരു അപലപിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ ഒരു ആരോഗ്യവകുപ്പിൻ്റെ നീക്കം ഇനി എന്താകുമെന്ന കാര്യത്തിൽ ഈ ഒരു വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന് വേണ്ടിയാണ് ആരോഗ്യമന്ത്രിയും ആരോഗ്യ വകുപ്പും കാത്തിരിക്കുന്നത്. അതിൽ കൃത്യമായി ഈ ഒരു ഡോക്ടറെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണെങ്കിൽ കുടുംബം മറ്റ് നിയമ നടപടികളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. അത് ആരോഗ്യവകുപ്പിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കും. അതിനൊപ്പം തന്നെയാണ് സമാന്തരമായി മറ്റ് സ്ഥലങ്ങളിലും ഇതേ ആശുപത്രിയിൽ തന്നെ ഇതിന് മുൻപ് ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവ്, മറ്റ് ആശുപത്രികളിലും അടക്കം നടന്നിട്ടുള്ള ആരോഗ്യരംഗത്ത് നടന്നിട്ടുള്ള പല ചികിത്സാ പിഴവുകളും. അതിനൊപ്പം ഡോക്ടർമാർ മറ്റൊരു വശത്ത് സമരത്തിലാണ് എന്നൊരു വസ്തുതയും നിലനിൽക്കുന്നുണ്ട്. കാരണം തസ്തിക സൃഷ്ടിക്കുന്നതിനും ഒപ്പം തന്നെ ഈ ഒരു ശമ്പള പരിഷ്കരണം അടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നും സെക്രട്ടേറിയറ്റിൽ മാർച്ച് നടന്നിരുന്നു. അതടക്കം നിങ്ങൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിലും ആരോഗ്യവകുപ്പിനെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാനുള്ള സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സജിത്, റൈറ്റ്. സാരംഗ് സുധാകരനാണ് വിവരങ്ങളുമായി ചേർന്നത് സ്പോട്ട് ലൈവിൽ. ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. സ്പോട്ട് ലൈവ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും പിടികൂടിയ വളാഞ്ചേരി സ്വദേശി മൊയ്തീൻ കുട്ടിയിൽ നിന്ന് NIAക്ക് നിർണായക വിവരങ്ങൾ ലഭിച്ചുവെന്ന് സൂചന. ഭീകരപ്രവർത്തനങ്ങളും അക്രമങ്ങളും നടത്തുന്നതിന് ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും ഫണ്ട് സ്വരൂപിക്കുന്നതിലുമുള്ള പങ്കിനെ സംബന്ധിച്ച വിവരങ്ങളാണ് ലഭിച്ചത്. 2047ഓടെ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ തെരഞ്ഞെടുത്ത യുവാക്കൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ടെന്നും NIA വ്യക്തമാക്കി. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഡാൻ, വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. ഈ വളാഞ്ചേരി സ്വദേശിയായിട്ടുള്ള മൊയ്തീൻ കുട്ടി ഏതൊക്കെ രീതിയിൽ ഈ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു എന്നാണ് NIA പറയുന്നത്? പോപ്പുലർ ഫ്രണ്ടിന്റെ മാസ്റ്റർ ട്രെയിനറായിരുന്നു മൊയ്തീൻ കുട്ടി എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് ഇതിനോടകം നടത്തിയ പരിശോധനകളിൽ നിന്നും ചോദ്യം ചെയ്യലിൽ നിന്നും വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ പ്രാഥമികമായി ലഭിച്ച ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഓപ്പറേഷൻ ഒക്ടോപ്പസിന്റെ ഭാഗമായി പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്ന സമയത്ത് വ്യാപകമായി അന്തർ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന പരിശോധനയിൽ മൊയ്തീൻ കുട്ടിക്ക് വേണ്ടി വലവിരിച്ചത്. പക്ഷേ അന്ന് ഇയാളെ പിടികൂടാനായില്ല. അങ്ങനെയാണ് ഇയാൾക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കുകയും 7 ലക്ഷം രൂപയുടെ പാരിതോഷികം ഇയാളെ കണ്ടെത്തുന്നവർക്ക് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്.
അതിനുശേഷവും വിശദമായ അന്വേഷണം സംസ്ഥാനത്തിനകത്തും പുറത്തും നടക്കുന്നുണ്ടായിരുന്നു. മലപ്പുറം വളാഞ്ചേരി കേന്ദ്രീകരിച്ച് ഉൾപ്പെടെ പരിശോധനകൾ നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഇയാൾക്കൊരു വർക്ക്ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ടായ സമയത്ത് പ്രത്യേകിച്ച് ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറിയ ഒരു പശ്ചാത്തലത്തിലാണ് അന്ന് ഇവിടെ നിന്ന് UAE-യിലേക്ക് ഇയാൾ കടന്നത്. പിന്നീട് രഹസ്യമായി UAE-യിൽ കഴിയുകയായിരുന്നു. അവിടെ നിന്ന് ഇയാളെ സഹായിച്ചിരുന്ന ചില ആളുകളെക്കുറിച്ചുള്ള സൂചനകൾ കൂടി ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് ഏതാണ്ട് 10 വർഷത്തിനിടെ 100ഓളം പേർക്ക് ആയുധ പരിശീലനം നൽകിയിട്ടുണ്ട് മൊയ്തീൻകുട്ടി എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിശദമായ ചോദ്യം ചെയ്യൽ ഇന്നലെ നടന്നത്. എന്തായാലും ഇന്നലെ ഇയാളെ അറസ്റ്റ് ചെയ്ത് പിന്നീട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി കസ്റ്റഡി അപേക്ഷ നൽകി വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിലാണ് NIA ഉള്ളത്. എന്തായാലും ഈ ആയുധ പരിശീലനത്തിന് വേണ്ട ധനസമാഹരണം നടന്നിരുന്നത് എങ്ങനെയാണ്, അതോടൊപ്പം ഏതൊക്കെ തരത്തിലുള്ള ആയുധങ്ങളാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്, ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് പരിശീലനം നടത്തിയവർ സംസ്ഥാനത്ത് നടന്ന ഏതെങ്കിലും രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഭാഗമായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധന ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി വിശദമായി കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇയാൾക്ക് വേണ്ടി അടുത്ത ദിവസം കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. NIA-യുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന നിർണായകമായ ഒരു അറസ്റ്റാണ് ഇപ്പോൾ മൊയ്തീൻകുട്ടിയിലേക്ക് എത്തി നിൽക്കുന്നത്. അതായത് ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടതിന് ശേഷവും അതിൻ്റെ സ്ലീപ്പിംഗ് സെല്ലുകൾ സംസ്ഥാനത്തിൻ്റെ പല ഇടങ്ങളിൽ രഹസ്യ സ്വഭാവത്തിൽ പ്രവർത്തിച്ചിരുന്നുവെന്നാണ് NIA-യുടെ കണ്ടെത്തൽ. സമാന സ്വഭാവത്തിലുള്ള തീവ്ര ആശയങ്ങൾ സമൂഹത്തിൽ പരത്തിയിരുന്ന ചില സംഘടനകളിലേക്ക് പോപ്പുലർ ഫ്രണ്ടിൻ്റെ 2ാം നിരയിലുള്ള നേതാക്കൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന വിവരം കൂടിയുണ്ട്. അങ്ങനെ ഈ സംഘടനകളും അതിൻ്റെ നേതാക്കളും അവരുടെ സാമ്പത്തിക സ്രോതസ്സും അടക്കം അന്വേഷണ ഏജൻസിയുടെ നിരീക്ഷണത്തിലാണിപ്പോൾ. ഡാന, ഇപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ മൊയ്തീൻകുട്ടി നൽകിയ വിവരങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീങ്ങാനുള്ള സാധ്യതയില്ലേ? അപ്പോൾ ഈ ഭീകരപ്രവർത്തനങ്ങളിലൊക്കെ നടത്താൻ വേണ്ടി ആയുധങ്ങൾ സ്വരൂപിക്കുക അല്ലെങ്കിൽ അതിനുള്ള ഫണ്ട് സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനെ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിടയിൽ നിന്ന് തന്നെ ചെയ്തിരുന്നു എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ വിവരമാണല്ലോ പങ്കുവെക്കുന്നത്. അപ്പോൾ കൂടുതൽ പേരിലേക്ക് ഇനിയും കാര്യങ്ങൾ കണ്ണികൾ നീളാനുള്ള സാധ്യതയല്ലേ കാണേണ്ടത്? അതായത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ നമുക്കറിയാം. സന്നദ്ധ പ്രവർത്തനങ്ങൾക്കെന്ന പേരിൽ UAE ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വലിയ തരത്തിൽ ധനസമാഹരണം നടത്തിയ ശേഷം ആ ധനം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഹവാല ഇടപാടിലൂടെ ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് ഗുരുതരമായ ഒരു കണ്ടെത്തൽ. മാത്രവുമല്ല പല വിങ്ങുകളെ സജ്ജരാക്കിയതിനു ശേഷം റിപ്പോർട്ടേഴ്സ് എന്ന പേരിൽ ഈ കൊലപ്പെടുത്തേണ്ട ആളുകളുടെ പട്ടിക തയ്യാറാക്കി ആ പട്ടികയിലുള്ള ആളുകളെ നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ പോലും, അതായത് ഒരു സായുധ സംഘം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് പ്രൊഫഷണലായി അത്തരത്തിൽ തന്നെയായിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങൾ എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ നേരത്തെ കണ്ടെത്തിയതായിരുന്നു NIA. അതിന് പ്രധാനമായി പരിശീലനം നൽകിയിരുന്ന ഒരാളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന മൊയ്തീൻകുട്ടി എന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി നൽകുന്ന സൂചന. കൊച്ചി യൂണിറ്റിൻ്റെ മേൽനോട്ടത്തിലാണ് ഈ അന്വേഷണം നടന്നുകൊണ്ടിരുന്നത്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ തീവ്ര ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന മറ്റ് ചില സംഘടനകളിലേക്ക് പോപ്പുലർ ഫ്രണ്ടിൻ്റെ 2ാം നിരയിലുള്ള നേതാക്കൾ കടന്നു കയറിയിട്ടുണ്ട് എന്ന കൃത്യമായ വിവരങ്ങൾ നേരത്തെ NIA-ക്ക് ലഭിക്കുകയും അത്തരത്തിൽ വ്യാപകമായ പരിശോധന നടത്തുകയും ചെയ്തതാണ്. ഈ സംഘടനകളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണവും ഒരു വശത്ത് ഏജൻസികൾ സമാന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ UAE-യിൽ സഹായം ചെയ്ത് നൽകിയത് ഏതെങ്കിലും മലയാളികളാണോ അതോ കേരളത്തിന് പുറത്തു നിന്നുള്ള ആരെങ്കിലും ആണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുമെന്ന പ്രതീക്ഷയിലാണ് NIA. ഓക്കെ, എന്താണെങ്കിലും വലിയ കൂടുതൽ ഗൗരവമുള്ള കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഞാൻ ഒരു കാര്യം കൂടി ഉള്ളത്, ഈ ഏതാണ്ട് 10 വർഷക്കാലം അല്ലേ 10 വർഷത്തോളം സംസ്ഥാനത്തുടനീളം ഇയാൾ ഈ ആയുധ പരിശീലനമൊക്കെ നൽകി എന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അതായത് ഒരു ചെറിയ കാലഘട്ടമല്ല, അതൊരു ചെറിയ കാലയളവല്ല, അത്രമാത്രം ആളുകൾ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു മാസ്റ്റർ ട്രെയിനർ എന്നുള്ള മട്ടിലേക്ക് ഇയാളെ പരിഗണിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ ഇയാൾ അത്രമാത്രം ഗുരുതരമായിട്ടുള്ള കൃത്യങ്ങളിൽ ഏർപ്പെട്ട ആളാണെന്ന് ഉറപ്പിക്കാം. അപ്പോൾ ഈ അന്വേഷണം അത് കൂടുതൽ വിപുലീകരിക്കുക അല്ലെങ്കിൽ അത് ഏതൊക്കെ ദിശയിലേക്ക് പോവുക എന്നുള്ളതെന്തെങ്കിലും സൂചന NIA വൃത്തങ്ങൾ നൽകുന്നുണ്ടോ? വളരെ രഹസ്യ സ്വഭാവത്തിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇയാൾ രഹസ്യമായിട്ടാണ് ഈ പരിശീലനങ്ങൾ നൽകിയതും. അതായത് ഈ 100-ലേറെ പേർക്ക് പരിശീലനം പല ഭാഗങ്ങളായിട്ടാണ്, ദക്ഷിണേന്ത്യയുടെ പല ഭാഗങ്ങളിൽ വെച്ച് പരിശീലനം നൽകിയെന്നാണ് പറയുന്നത്. ഏതൊക്കെ സ്ഥലങ്ങളാണ് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. അങ്ങനെ പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് നേരത്തെ തന്നെ മൊയ്തീൻകുട്ടിക്ക് ലഭിച്ചിരുന്നു.
അത് കേരളത്തിനകത്ത് നിന്നാണോ അതോ പുറത്തേതെങ്കിലും സ്ഥലത്ത് നിന്ന് വിദഗ്ധരുടെ നേതൃത്വത്തിലാണോ ഈ പരിശീലനം സിദ്ധിച്ചത് ഇയാളെന്ന കാര്യത്തിലടക്കം ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട്. അതിലൊക്കെ ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇയാൾക്ക് സഹായം ഒരുക്കിയിരുന്ന ആളുകളെ കേന്ദ്രീകരിച്ചുകൂടി പരിശോധന തുടരുകയാണ് എന്നതാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ പിടിയിലാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. മൊയ്തീൻ കുട്ടിയിൽ നിന്ന് നിർണായക വിവരങ്ങളാണ് എൻഐക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ ആയുധ പരിശീലനത്തിൻ്റെതുൾപ്പെടെ ഫണ്ട് സ്വരൂപിക്കുന്നതിൽ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഈ മൊയ്തീൻ കുട്ടിയിൽ നിന്ന് ലഭിച്ചു എന്നാണ് വിവരങ്ങൾ ലഭ്യമാകുന്നത്. നിരവധി യുവാക്കൾക്ക്, തെരഞ്ഞെടുക്കപ്പെട്ട യുവാക്കൾക്ക് ഇയാൾ പരിശീലനം നൽകിയിട്ടുണ്ടെന്നും എൻഐ വ്യക്തമാക്കുന്നു. സംവിധായകൻ ഷംസുദ്ദീന്റെ അറസ്റ്റിൽ പോലീസിനെതിരെ കോടതിയുടെ രൂക്ഷ വിമർശനം. രാത്രി വാതിൽ പൊളിച്ച് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം എന്തായിരുന്നു? എല്ലാ കേസിലും ഇതുപോലെ തന്നെയാണോ പ്രവർത്തിക്കുന്നത് എന്ന് ഹിൽ പാലസ് SH നേരിട്ട് കോടതിയിൽ ഹാജരായി വിശദീകരണം നൽകണമെന്നും കോടതി നിർദ്ദേശം നൽകി. രാഷ്ട്രീയ സമ്മർദ്ദത്തിലാണ് അറസ്റ്റ് എന്നാണ് ഷംസുദ്ദീന്റെ ആരോപണം. ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായി അറസ്റ്റ് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഒന്നും കയ്യിൽ നിൽക്കില്ല, നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല. ഇത് കുറച്ച് വലിയ കളികൾ ഇതിൻ്റെ പിന്നിലുണ്ട്. CMൻ്റെ ഓഫീസിൽ നിന്നടക്കം ഈ പറഞ്ഞ പോലെ ആൻസരികയുടെ രാഷ്ട്രീയ സ്വാധീനം ഇതിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ അറിയാൻ സാധിച്ചത്. ഷഗാവ് MA ബേബിയുമായിട്ടുള്ള അടുപ്പം ഇവർ പല രീതിയിൽ പല സമയങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നത് നമ്മളൊരു വർഷമായിട്ട് 1.5 വർഷമായിട്ട് പരിചയമുള്ള ആൾക്കാരല്ല. ഇവരത് ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ പലവട്ടം കണ്ടിട്ടുള്ളതാണ്. സഖാവ് നമ്മുടെ സിനിമയുടെ സെറ്റിൽ വിസിറ്റ് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർ ഭയങ്കര അടുത്ത ബന്ധമാണ്. നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും അടുത്ത സ്വാധീനം, രാഷ്ട്രീയ സ്വാധീനം ഈ ഒരു ബന്ധമാണ്. അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവണം. എൻ്റെ ഫ്യൂച്ചറാണ് പോകുന്നത്. ഈ വാർത്തയോട് കൂടിയിട്ട് ഞാനൊരു പ്രശ്നക്കാരനായ സംവിധായകനെന്ന് വരുത്തി തീർക്കാൻ ഇവർ ശ്രമിച്ചത്. അതാണിപ്പോൾ നടന്നത്. അറസ്റ്റ് പോലും ഞാൻ എന്തോ ക്രിമിനൽ എന്ന രീതിയിലാണ്. എന്നെ വിളിച്ച സ്റ്റേഷനിൽ പോകാൻ മാത്രമുള്ളൊരു ആളാണ് ഞാൻ. കാരണം ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളിടത്ത് എന്നെ മാക്സിമം ബുദ്ധിമുട്ടിക്കുക, എൻ്റെ കരിയർ ഇല്ലാതാക്കുക. ഞാനിനി എങ്ങനെയാണ് മുന്നോട്ട് പോവുക? ഇനി പ്രൊഡ്യൂസറുടെ അടുത്തേക്ക് ഞാൻ പോകുമ്പോൾ എന്നെ ഏത് രീതിയിലാണ് പ്രൊഡ്യൂസർ അപ്രോച്ച് ചെയ്യുക? എൻ്റെ ഇനിയുള്ള ഞാൻ കമ്മിറ്റ് ചെയ്ത സിനിമകളുടെ ഭാവി എന്താവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. എനിക്ക് നിയമത്തിൽ വിശ്വാസമുണ്ട്. കോടതിക്ക് അത് ബോധ്യപ്പെടും. ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകും. നവമി ദിനേശ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേരുന്നത്. നവമി, ഇപ്പോൾ ഈ സംവിധായകൻ പറയുന്നതനുസരിച്ച് വലിയ തോതിൽ ഇടപെടൽ, CMൻ്റെ ഓഫീസിന്റെ പേരൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഏതൊക്കെ തരത്തിൽ ഇടപെടൽ നടന്നു എന്നാണ് ഷംസുദ്ദീൻ പറയുന്നത്? മാത്രമല്ല കോടതിയുടെ വിമർശനവും രൂക്ഷമാണല്ലോ. എൽദോ, ഇന്നലെ പുലർച്ചെയായിരുന്നു അഭിലാഷം സിനിമയുടെ സംവിധായകനായിരുന്ന ഷംസുദ്ദീനെ ഫ്ളാറ്റിൽ കയറി പോലീസ് വാതിൽ ചവിട്ടിപ്പൊളിച്ച് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത്. ഇത് ഒരു വഞ്ചന കേസാണ്. തനിക്കെതിരെ ഇങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തത് പോലും മാധ്യമങ്ങളിലൂടെയാണ് താൻ അറിഞ്ഞതെന്ന് പറയുന്നുണ്ട് സംവിധായകൻ. പോലീസിൽ നിന്നും മറ്റ് വിവരങ്ങളൊന്നും തന്നെ വിളിച്ചിട്ടില്ല. 16-ാം തീയതി വിളിച്ച ശേഷം ഇങ്ങനെ ഒരു കേസുണ്ട്, ഹാജരാകണമെന്ന് പറഞ്ഞപ്പോൾ താനൊരു ഷൂട്ടിങ്ങിലാണ്, അതിനുശേഷം ഉടനെ തന്നെ സ്റ്റേഷനിലേക്ക് വരാമെന്ന് പറഞ്ഞാണ് ഈ സംവിധായകൻ. ഇന്നലെയായിരുന്നു അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യം ഹൈക്കോടതി പരിഗണിക്കുന്നത്. അതായത് മുൻകൂർ ജാമ്യം പരിഗണിക്കാനിരിക്കെ അന്ന് പുലർച്ചെ പോലീസ് എന്തിനാണ് ഇത്തരം ഒരു ആക്രമണം കാണിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്തതെന്നായിരുന്നു കോടതി ചോദിച്ചത്. ഇന്നലെയായിരുന്നു അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത്. അപ്പോഴായിരുന്നു പോലീസിന് രൂക്ഷ വിമർശനം കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. നിങ്ങൾ എല്ലാ പ്രതികളെയും ഇത്തരത്തിൽ തന്നെയാണോ അറസ്റ്റ് ചെയ്യുന്നത്? മറ്റേതെങ്കിലും ഇനിയും പിടികൂടാനുണ്ടല്ലോ, ആ കേസുകളുടെ ഒക്കെ അവസ്ഥ എന്താണെന്ന തരത്തിലുള്ള പല രൂക്ഷ വിമർശനവുമാണ് കോടതി ഈ ഒരു സംവിധായകന്റെ അറസ്റ്റ് നടത്തിയതിന് എതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ, ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ നേരിട്ട് വന്ന് ഇക്കാര്യങ്ങൾ വിശദീകരിക്കണമെന്നുകൂടി കോടതി പറയുന്ന സാഹചര്യമുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംവിധായകന് ജാമ്യം ലഭിച്ചു. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് നിർമ്മാതാവിനെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇദ്ദേഹം പറയുന്നത്, തന്നെ അറസ്റ്റ് ചെയ്തത് ഒരു കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രേരണയിലാണെന്ന് തനിക്കത് തോന്നി. കാരണം സ്റ്റേഷനിലേക്ക്
സെറ്റിലേക്ക് എത്തുമ്പോഴും പോലീസുകാരുടെ തന്നോടുള്ള സമീപനവും അത്തരത്തിലായിരുന്നു. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിളിച്ചു പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഇടപെടൽ ഈ കേസിൽ ഉണ്ടായിട്ടുണ്ടെന്ന് തനിക്ക് ബോധ്യപ്പെട്ടു എന്നുകൂടി സംവിധായകൻ ന്യൂസ് 18നോട് വ്യക്തമാക്കിയിട്ടുണ്ട്. MA ബേബിയുടെ മരുമകളുടെ സഹോദരിയാണ് ഈ നിർമ്മാതാവായിട്ടുള്ള ആൻസരിക ആന്റണി. അതായത് അഭിലാഷം സിനിമയുടെ നിർമ്മാതാവ് ആൻസരിക ആന്റണി MA ബേബിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. MA ബേബി നിരവധി തവണയാണ് ഈ സിനിമയിൽ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തിയത്. അതിന്റെ ദൃശ്യങ്ങളടക്കം സംവിധായകൻ പുറത്തുവിടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നിർമ്മാതാവ് പല സമയങ്ങളിലും ഈ ഷൂട്ടിങ്ങിൽ വലിയ പ്രശ്നമുണ്ടാക്കുകയും ആ സമയത്തൊക്കെ തനിക്ക് നല്ല രാഷ്ട്രീയ സ്വാധീനമുണ്ട്, നിങ്ങളുടെയൊക്കെ കരിയർ അവസാനിപ്പിക്കും, MA ബേബിയോട് ഇക്കാര്യം പറഞ്ഞു കൊടുക്കുമെന്ന തരത്തിൽ പല തരത്തിലുള്ള ഭീഷണിയായിരുന്നു നിർമ്മാതാവ് ആ സിനിമ പൂർത്തിയാകുന്നത് വരെ ഉടനീളം നിർമ്മാതാവിൽ നിന്നും ഉണ്ടായത് എന്നുകൂടി സംവിധായകൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു രാഷ്ട്രീയ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് തന്നെ നിയമവിരുദ്ധമായിട്ടുള്ളൊരു അറസ്റ്റ്, അതും ഇതൊരു വ്യാജ പരാതിയാണ്. ഈ പരാതിയിൽ പറയുന്ന പോലെ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല എന്നാണ് സംവിധായകൻ പറയുന്നത്. അതിലൊന്നാമത്തെ കാര്യം താനൊരു ഡിസ്ക് ഈ സിനിമയുടെ ഹാർഡ് ഡിസ്ക് മോഷ്ടിച്ചു എന്നതാണ്. അദ്ദേഹം പറയുന്നത് സിനിമ റിലീസായി, അത് OTTയിലും വന്നു, തിയേറ്ററിലും വന്നു, പിന്നെ എങ്ങനെയാണ് തനിക്ക് അതിന്റെ ഹാർഡ് ഡിസ്ക് മോഷ്ടിക്കാൻ കഴിയുന്നത്? അത് സ്വാഭാവികമായും നിർമ്മാതാവിന് മാത്രമായിരിക്കും ആ ഹാർഡ് ഡിസ്ക് കൈകാര്യം ചെയ്യാൻ കഴിയുക. അത് കൃത്യമായിട്ടുള്ള രേഖകളുമുണ്ട്. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് താനത് മോഷ്ടിച്ചു എന്ന് പറയുന്നത്? അതോടൊപ്പം തന്നെ സിനിമയിൽ അഭിനയിച്ച അണിയറ പ്രവർത്തകർക്ക് ഇപ്പോഴും ലക്ഷങ്ങൾ ഈ നിർമ്മാതാവ് നൽകാനുണ്ട്. സംവിധായകരും ക്യാമറാമാനും ഒക്കെ അവർ ചെയ്ത വർക്കിന്റെ പണം പോലും തിരികെ നൽകിയിട്ടില്ല എന്നുകൂടി പറയുന്നുണ്ട്. ഇതെല്ലാം മറച്ചു വയ്ക്കാനാണ് ഇത്തരത്തിലൊരു വ്യാജ പരാതിയുമായി നിർമ്മാതാവ് രംഗത്തെത്തിയത്. അതോടൊപ്പം തന്നെ ഈ ഒരു സിനിമയ്ക്കായി സംവിധായകന് ഒരു കാറ് നൽകിയിരുന്നു. ആ കാറ് തിരികെ നൽകണമെന്ന് ആവശ്യപ്പെടുകയും അതിനെ തുടർന്ന് തിരികെ നൽകുകയും ചെയ്തു. പക്ഷേ കാറ് താൻ മോഷ്ടിച്ചു എന്നൊരു പരാതി കൂടി നിർമ്മാതാവ് നൽകി. പക്ഷേ അത് കൃത്യമായി തന്നെ താൻ പോലീസിനോട് കാർ എവിടെയാണുള്ളതെന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇല്ലെങ്കിൽ താനൊരു കള്ളനായി മാറിയേനെന്ന് കൂടി സംവിധായകൻ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നതിന്റെ ചുരുക്കം, തന്റെ കരിയർ നശിപ്പിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുടെ പിൻബലത്തോടു കൂടിയാണ് നിർമ്മാതാവ് തനിക്കെതിരായിട്ടുള്ള വ്യാജ പരാതി നൽകുന്നത്. അതിന് ഭാഗമായിട്ട് തന്നെയായിരുന്നു പോലീസിന്റെ ഈ നാടകീയമായ നീക്കം എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് സംവിധായകനും തീരുമാനിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും ഫെഫ്കയിലും എത്തിയ ഒരു പരാതിയാണ്. അതവിടെ പരിഹരിച്ച ശേഷമാണ് ഒരു പോലീസിലേക്ക് അല്ലെങ്കിൽ ഒരു നിയമപരമായി ഇതിനെ സമീപിക്കാൻ നിർമ്മാതാവ് തുനിഞ്ഞത്. ഒരു വർഷം സിനിമ റിലീസായി 1 വർഷം കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിലൊരു വ്യാജ പരാതിയുമായി നിർമ്മാതാവ് എത്തിയിരിക്കുന്നത് എന്നാണ് സംവിധായകൻ ന്യൂസ് 18നോട് പറഞ്ഞിരിക്കുന്നത്. എൽദോ, ഈ നവമി അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഈ മാസ്റ്റർ കോപ്പി അദ്ദേഹം അപഹരിച്ചു എന്നുള്ളതാണല്ലോ പ്രധാന പരാതി. അതിനെപ്പറ്റി എന്താണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടായത്? എവിടെയാണ് ഈ മാസ്റ്റർ കോപ്പി എന്നുള്ളതിൽ അദ്ദേഹത്തിന് ഇതിൽ വ്യക്തതയുണ്ടോ ഷംസുദ്ദീൻ? ഷംസുദ്ദീൻ പറയുന്നത് പ്രകാരം ഈ മാസ്റ്റർ കോപ്പി, അതായത് ചിത്രം റിലീസായി അതിന്റെ OTTയിലുമായി പിന്നെ എങ്ങനെയാണ് മാസ്റ്റർ കോപ്പി തനിക്ക് കൈവശപ്പെടുത്താൻ പറ്റുന്നത്? അത് പൂർണ്ണമായും നിർമ്മാതാവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. നിർമ്മാതാവിന്റെ അനുമതിയില്ലാതെ സംവിധായകന് പോലും ഈ മാസ്റ്റർ കോപ്പി കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നാണ് സംവിധായകൻ പറയുന്നത്. അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇത് എഡിറ്റ് ചെയ്ത സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ മറ്റ് ഇടങ്ങളിലോ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കൃത്യമായി ഇതിന്റെ ഒരു കണക്കുണ്ട്, അല്ലെങ്കിൽ ഇത് കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. ഇത് ആരാണ് കൈപ്പറ്റിയത്, ഏത് ഡേറ്റിലാണ് കൈപ്പറ്റിയത്, ഇതെല്ലാം തന്നെ റെക്കോർഡ് ചെയ്തു വെക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മാസ്റ്റർ കോപ്പി ആരുടെ കൈവശമുണ്ടെന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയും. അതുപോലും പരിശോധിക്കാതെയാണ് പോലീസ് തന്നെ ഇത്തരത്തിലുള്ളൊരു നീക്കത്തിലൂടെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് സംവിധായകൻ പറഞ്ഞു വെക്കുന്നത്. സംവിധായകൻ പറയുന്നത് പ്രകാരം ആ നിർമ്മാതാവിന്റെ കയ്യിൽ തന്നെയാണ്, അതായത് ആൻസരികയുടെ കയ്യിൽ തന്നെയാണ് ഈ കോപ്പി ഉള്ളത്. അതവർ മാറ്റിവെച്ചതിന് ശേഷം വ്യാജ പരാതി തന്റെ മേൽ ചുമത്തുന്നു. അതായത് തന്റെ കരിയർ നശിപ്പിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ താനൊരു പ്രശ്നക്കാരനാണെന്ന് ഇൻഡസ്ട്രിയിലേക്ക് മൊത്തം അറിയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നീക്കമാണ് നിർമ്മാതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിന് താൻ ബലിയാടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നാണ് സംവിധായകൻ പറയുന്നത്. റൈറ്റ്. ഷംസുദ്ദീൻ അഭിലാഷം സിനിമയുടെ സംവിധായകനാണ്. ഷംസുദ്ദീനെതിരെ ഒരുപാട് പരാതിയുമായി നിർമ്മാതാവ് അടങ്ങത്തെത്തിയത്. പക്ഷേ അതിന് പിന്നിൽ ചില രാഷ്ട്രീയ കളികളുണ്ട്, അതിന് പിന്നിൽ സമ്മർദ്ദമുണ്ട് എന്നാണ് ഇപ്പോൾ ഷംസുദ്ദീൻ പറയുന്നത്. ഷംസുദ്ദീൻ പറയുന്ന പ്രകാരം ഉന്നത ഓഫീസുകളിൽ നിന്ന് CMന്റെ ഓഫീസിൻ്റെ പോലും പേര് പരാമർശിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് പോലും സമ്മർദ്ദമുണ്ടായിരുന്നു. മാത്രമല്ല ജാമ്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള എന്തോ ഒരു വാശി
ഒരു പ്രഷർ ആ പോലീസുകാർക്ക് മേലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വാതിലൊക്കെ പൊളിച്ച് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായത് എന്ന് ഷംസുദ്ദീൻ നവമി ദിനേശിനോട് വ്യക്തമാക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. എന്നാലും കൂടുതൽ വിവരങ്ങളുമായി ചേർന്ന് നവമി തന്നെയാണ് കൊച്ചിയിൽ നിന്ന്. ഇന്നത്തെ സ്പോട്ട് ലൈവിൻ്റെ സമയം പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.